Vidya, let us start our session. Hello, ma'am. Audible alle? Yes. Yes, Salma. Okay. A very good morning, good evening to everyone, and I warmly welcome you all to this beautiful program. And it's a mark of undying tradition to invoke the Almighty at the beginning of an important event. So I like to call Vinaya to pray for us. അക്ഷരവിദ്യയ്ക്കു കൈനീട്ടി നിൽക്കുന്നൊരജ്ഞരാം ബാലകർ ഞങ്ങൾ. പൊൻപ്രഭാതം നോക്കി പുഞ്ചിരി തൂകുന്ന മണ്ണിന്റെ വാടാമലർ ഞങ്ങൾ. ബുദ്ധിയും ശക്തിയും കാരുണ്യരൂപവും ഞങ്ങളിൽ തൂകുന്നൊരന്തരീക്ഷം. വിജ്ഞാനദീപപ്രഭയാൽ തിളങ്ങുമി ജ്യോതിസ്വരൂപിണി കൈത്തൊഴുന്നേൻ. അക്ഷരവിദ്യയ്ക്കു കൈനീട്ടി നിൽക്കുന്നൊരജ്ഞരം ബാലകർ ഞങ്ങൾ. പൊൻപ്രഭാതം നോക്കി പുഞ്ചിരി തൂകുന്ന മണ്ണിന്റെ വാടാമലർ ഞങ്ങൾ. Thank you, Vinaya. We all feel blessed indeed. Next, I would like to invite Srimati Vidya, Assistant Professor, Department of Commerce, to formally welcome to gathering. A warm good afternoon to all of you. ഇന്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ച് എസ് എൻ കോളേജ് നാട്ടികയിലെ കൊമേഴ്സ് വിഭാഗം സംഘടിപ്പിക്കുന്ന യോഗ പരിശീലന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വർഷവും ജൂൺ 21 യോഗ ഡേ ആയിട്ട് ആചരിക്കുന്നത്. യോഗയുടെ മഹത്വം നിങ്ങളെ അറിയിക്കാനും അത് നമ്മുടെ നിത്യജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ലൈവ് യോഗ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട HOD പ്രവീണ ടീച്ചറാണ്. അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ആയ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ട് തന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളെ പ്രിയങ്കരിയായ പ്രവീണ ടീച്ചറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. ഇന്നത്തെ ചടങ്ങിന് മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ തുഷാർ സൗബേരി സാറാണ്. സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ചേരി NSS കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ്. അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് എക്സലൻസ് അവാർഡുകളൊക്കെ സാറ് നേടിയിട്ടുണ്ട്. സാറിന്റെ പ്രവൃത്തി മണ്ഡലം വെറും ഒരു അധ്യാപനത്തിൽ ഒതുങ്ങുന്നല്ല. കേരളത്തിലെ വിവിധ കോളേജുകളിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്ന വിഷയത്തിൽ സാർ ധാരാളം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ധാരാളം പരിശീലന ക്ലാസ്സുകളിൽ സാർ പങ്കെടുക്കുന്നുണ്ട്. ആർട്ട് ഓഫ് ലിവിങ് കോഴ്സ് ഒക്കെ ആയിട്ട് സഹകരിച്ച് സാർ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ സാറിന്റെ ഈ അറിവും അനുഭവ പരിചയവും നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. സാറ് എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചും കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ സാറിനെ എത്രയും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് എത്തിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപകനും നമ്മുടെ കോളേജിലെ IQAC കോർഡിനേറ്ററുമായ ഡോക്ടർ ശങ്കരൻ സാർ എത്തിയിട്ടുണ്ട്. സാറിനെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി
പങ്കെടുക്കുന്നതിനായിട്ട് എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ഓഡിയൻസ് ആണ്. ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, ma'am, for the earnest welcome address. Now, I would like to invite our HOD, Praveena Vijayan, Assistant Professor, for felicitations. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാം ഒരു ഓൺലൈൻ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ടീച്ചിങ് ആയാലും ലേണിംഗ് ആയാലും എല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഫോണിന്റെ മുന്നിൽ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും വളരെയധികം സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. നമുക്കൊരു പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ഉണ്ടാവണം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതിനെല്ലാം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, വൺ ഓഫ് ദ മെത്തേഡ്സ് എന്ന് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിന്ന് ഇന്നലെയായിരുന്നു ഇന്റർനാഷണൽ യോഗ ഡേ. നമുക്ക് ഇങ്ങനെ ഒരു ഏറ്റവും എന്താ പറയാ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണെ കിട്ടേണ്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം ഇന്നത്തേക്ക് നമ്മൾ മാറ്റിവെച്ചത്. നമ്മുടെ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് വിശിഷ്ട അതിഥിയായിട്ട് റിസോഴ്സ് പേഴ്സണായിട്ട് മിസ്റ്റർ തുഷാർ സൗഭരി സാറിനെ നമുക്ക് ലഭിച്ചത്. സാറ് NSS മഞ്ചേരി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സാറിന്റെ പ്രൊഫൈല് കണ്ടപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നടത്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. സാറിന്റെ അക്കാഡമിക് ആയിട്ടും അത് നോൺ അക്കാഡമിക് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെങ്കിലും സാറിന്റെ എക്സലൻസ് സാറ് എല്ലാ ഫീൽഡിലും തെളിയിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. MCOMന് ഫസ്റ്റ് റാങ്ക്, അതും ഗോൾഡ് മെഡലിസ്റ്റ് ഫ്രം ലോയോള കോളേജ് ചെന്നൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാട്ട് വിൽ ബി ദാറ്റ് പ്രോഡക്റ്റ് എന്നുള്ളത്. സോ അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ ലെവലില് കോഴ്സസ് UG PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒട്ടനവധി കോഴ്സുകൾ സാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി സാറിന്റെ ഒരു പാഷൻ ആവണം ഈ ഒരു യോഗ. അത് നമുക്ക് സാറിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും. നമുക്ക് ഇന്നലെ സാറിന് ഇവിടെ എത്തിക്കാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷെ 3-4 പ്രോഗ്രാമിൽ സാറ് ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാവിലെയും സാറ് വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇന്നലത്തെ പ്രോഗ്രാമിന്റെ ബിസി ഷെഡ്യൂളിൽ നിന്നും. എങ്കിലും നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് നമുക്കിങ്ങനെ ഇപ്പൊ ഈ ഒരു ഇത് അറ്റൻഡ് ചെയ്യുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, UG ആസ് വെൽ ആസ് PG സ്റ്റുഡൻസ് ആണ്. അപ്പൊ സാറിന്റെ ഈ ഒരു ക്ലാസ് അവരെ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവർക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ചില മാർഗങ്ങൾ ഈവൻ ടീച്ചേഴ്സ് ഞങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണത് ഇന്നത്തെ ഈ ഒരു അവസ്ഥയില്. അപ്പൊ അതിനെല്ലാം സാർ ഞങ്ങളെ സഹായിക്കും. അതേപോലെ സാറിന് ഒത്തിരി അവാർഡുകൾ സാറിന് ലഭിച്ചതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ് ഫ്രം ലോയോള കോളേജ്, അതേപോലെ തന്നെ ബെസ്റ്റ് ടീച്ചർ അവാർഡ്, അങ്ങനെ ഒത്തിരി അനവധി അവാർഡുകളും സാറിന്റെ ക്രെഡിറ്റിലുണ്ട്. അപ്പോൾ നല്ലൊരു ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമുക്ക് ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്രിൻസിപ്പൽ മാമിനോട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും സാറിന്റെ പ്രൊഫൈലെല്ലാം ഷെയർ ചെയ്തിരുന്നു. മാമിന് ഒരു ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇന്നിവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അതേപോലെ ഞങ്ങളുടെ IQAC കോർഡിനേറ്റർ ഡോക്ടർ ശങ്കരൻ സാർ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരുന്ന സാറാണ്. സാറിനും ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ സാറും സാറിന്റെ പ്രൊഫൈലിലൂടെ കുറെ പോവുകയും ഞങ്ങളോട് സാറിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ഒരു ഡിസ്കഷനും ഒക്കെ ഉണ്ടായി. നല്ലൊരു പേഴ്സണെ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചതെന്നുള്ളതും സാർ ഞങ്ങൾക്ക് പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാറിനെ ഇവിടെ എത്തിച്ചത് വിദ്യയാണ്. വിദ്യയോടുള്ള നന്ദി ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താണ്. നല്ലൊരു ഈവനിങ് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. നല്ലൊരു ക്ലാസ് ആയിരിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ജോയിനിങ് us, sir. Thank you, Praveena ma'am. Thank you so much. I feel blessed. Thank you. Okay.
Salma. Okay, thank you, ma'am. Next, it's my pleasure to welcome our chief guest, Mr. Tushar Saubari, and let's talk about his excellencies. His MCom from the most prestigious Loyola College, Chennai, with first rank and gold medal. Currently, he is working as an assistant professor in commerce at NSS College, Manjeri, Malappuram. He also developing a e-content for UG students on the subject HRM in connection with online MOOCs sponsored by Ministry of Education. And he also completed almost 30 MOOCs now. And besides, he gets some awards like Best Outstanding Student Award from Loyola College, Chennai, Teacher Innovation Award by Sri Aurobindo Society, New Delhi, Most Friendly Teacher Award, and Best Research Award. And he also a member of KCTTU and AOCC at Mangalore. Now he is doing PhD in the area of behavioral finance. And so please come up to manage the program. Thank you, Salma ma'am. Thank you so much for inviting me. And a good evening to one and all. I feel really pleasure and it's my honor to be a part of this program for this day. Thank you so much, Praveena ma'am, for a beautiful welcome. And also Vidya ma'am and Shankaran sir, good evening. Nice to meet you, sir. And also, in the absence of our principal ma'am, I seek her blessings too. So, good evening, my dear friends. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ. So I expect you all to be in the fingertip. Okay, ready to chat in the chat box, or you can unmute and speak. Am I audible? Could you please opine whether I'm audible or not? Yes, sir. Okay, I'm audible. Thank you so much. So, yeah, thank you. Good evening, everyone. Yeah, bye. So, now, so നമ്മളെല്ലാവരും ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദി ആർട്ട് ഓഫ് റെസിലിയന്റ് ലിവിങ് എന്നാണ് നമ്മുടെ ടോപ്പിക് അല്ലെ. ആ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് ചോദിക്കാം, എന്താണത്, നമുക്ക് അതിനെ പറ്റി അറിയണ്ടേ ആദ്യം. ഡു യു തിങ്ക് ലൈഫ് ഇസ് എൻ ആർട്ട്? മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ലൈഫ് ഇസ് എൻ ആർട്ട്? Anybody can unmute and speak. Let it be more interactive. എന്നാലേ നമുക്ക് വിചാരിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമ്മൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ക്ലാസ് കേട്ട് മടുത്തു അല്ലെ, റിസർച്ച് ഇങ്ങനെ പലതും കേട്ട് ഇങ്ങനെ മടുത്തു. അപ്പൊ ഒരു ബോറിംഗ് ആ ലൈഫിൽ നിന്ന് മാറ്റം കൊണ്ടുവരാനാണ് ഇങ്ങനെ ഒരു സെഷൻസ് ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ obviously you have to utilize it, isn't it? So I expect you all to come forward and have an interaction. Okay? Yes, I have a greater expectation from you all. Okay, so come forward. Do you think life is an art? Do you think life is an art? Life or art ആണോ? ജീവിക്കുന്ന ഒരു കലയാണോ? ജീവിക്കുന്ന ശൈലി ഒരു കലയാണോ? Do you feel that the way you live is an art? Anybody? Yes, Arun Ajit, can you come, can you just speak out? Can you unmute and speak? I would like to interact with you. Arun Ajit. Okay, sir. Hi, Arun. How are you? Sir, I'm doing fine. Yeah, Arun. Glad to meet you. Arun, could you please say, how do you say that life is an art? Sir, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂള് ഫോളോ ചെയ്തല്ല നമ്മളെ ലൈഫ് പോകുന്നത്. നമ്മളുടെ ഒരു തോട്ട് പ്രോസസ് അനുസരിച്ചും നമുക്ക് വേണ്ട രീതിയിലുള്ള അപ്പോൾ വരുന്ന ക്വിക്കായിട്ട് വരുന്ന ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഒരു സ്പെസിഫിക് തിയറിയോ അങ്ങനെ ഒന്നുമില്ല about how life should work. So that makes it more like an art than a science. So you take it positive or a negative tone of it? How do positive you? Obviously, positive. What is your ambition, Arun? Sir, actually, I'm working here. I'm an assistant professor. Oh my God! I'm very sorry. I'm very sorry, Arun sir. Sorry, No, sir. I didn't Actually, know it.
Okay. Glad to meet you, sir. Anyway, Okay. I would like to, I was expecting, but I'm telling you, your way of talking is like a student, but very, what is it, touching my heart. I can say honestly that very powerful man you are. Oh man. Anyway, thank Okay. you so much, sir. Students Thank you. require a great personality like you as a teacher. Anyway, I understood that. So coming to the point, life is an art. നമ്മൾ ജീവിക്കുന്നത് ഒരു കലയാണ്. നമ്മൾ എപ്പോഴാണ് ജീവിക്കുന്ന ഒരു ശൈലി ഒരു കലയാവുന്നത്? നമ്മൾ എപ്പോഴും ഒരു റോൾ മോഡൽ ആയിരിക്കണം അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മൾ എപ്പോഴും മറ്റുള്ളവർ കോപ്പി ചെയ്ത് ജീവിക്കണം. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ വളർത്തിയത് എങ്ങനെയായിരിക്കും? പല ആൾക്കാർക്ക് പല രീതിയാണ്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും വളർത്തി ഞാൻ എപ്പോഴും എന്റെ പേഴ്സണലൈസ് ചെയ്തിട്ട് പറയാം. കാരണം പലപ്പോഴും നമ്മുടെ അടുത്ത് നമ്മുടെ ലൈഫ് ആണല്ലോ നമ്മൾ കഥയായിട്ടല്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു പാഠമായി മാറുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഒറ്റ മോനാണ്. ഓക്കെ, ഐ എം വൺ സൺ. I don't have any siblings or any brothers or sisters. So what happens is that I was pampered to one extent. Also, I was beaten with whatever അമ്മേന്റെ അച്ഛന്റെ കയ്യിൽ എന്ത് കിട്ടുന്നോ അത് വെച്ച് നല്ല അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോ അങ്ങേയറ്റം എക്സ്ട്രീംസിലാണ്, ന്യൂട്രൽ ആയിട്ട് വളരെ റെയർ ആയിട്ട് വന്നിട്ടുള്ളൂ. എക്സ്ട്രീംസ് ആയിരുന്നു, ടു ദ എക്സ്ട്രീം ലെഫ്റ്റ് ഓർ ടു ദ എക്സ്ട്രീം റൈറ്റ്. അപ്പോ എന്തായെന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും എന്റെ ലൈഫില് പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കാൻ ഐ വാസ് ഡിപ്പെൻഡന്റ് ഓൺ മൈ പേരൻസ്. സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. ഓൾസോ ഐ വാസ് ബോൺ ഇൻ ബോംബെ, ബ്രോട്ട് അപ്പ് ഇൻ ഗുജറാത്ത്. Then I studied in Chennai, Kerala. Then after that, ഇത് ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആവുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫർ ആവും. So what happens is that I was able to learn. The good thing is I learned different languages. I know about 7 languages, and I knew the culture. But one thing is that I didn't know how to control my emotions. കാരണം ഒറ്റ മോനായതുകൊണ്ട് I did not know other people. I did not have much friends. സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ I used to sit in the first bench. I used to sit in the first bench. I used to occupy the first seat. For me, I was very much selfish. I did not give any space. In my space, I don't allow anybody to enter. I was very much self-centered. Right? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയായിരുന്നു. പക്ഷേ പണ്ടത്തെ തുഷാർ അല്ല ഇപ്പോഴത്തെ തുഷാർ. മീനിങ് ടു സേ നമ്മുടെ ഉള്ളിൽ തന്നെ പല വിഭാഗങ്ങളിലുള്ള പല ടൈപ്സിലുള്ള മനുഷ്യന്മാരുടെ പേഴ്സണാലിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. In fact, my PhD topic itself is on personality because I have done counseling. I'm a counselor basically. And what happens is that in psychology, I am using this into my research work. That's why I'm using more of yoga or stress management techniques. So coming to the point, അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾ മറ്റുള്ളവരുടെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. സോ ഏറ്റവും നമ്മൾ ഈ കോവിഡ് കാലത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ഫിസിക്കലി എവിടെയും പോകാൻ പറ്റില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചും കൊണ്ട് നമുക്ക് ഓൺലൈൻ ടെക്നോളജിനോട് താങ്ക്സ് പറയാം, ദൈവത്തിനോട് നന്ദി പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. എന്തിനു വേണ്ടി? നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഉള്ള നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. Isn't it? Don't you think so? Life is really it's a miraculous. Yes. Yes. So if you don't find, I will help you in different ways. I am having some techniques here practically to speak, and I will make you understand how beautiful your life is. Okay? But one thing, you have to listen to me. You have to completely surrender to me. And when I say something, you just do that and see. That's it. Don't doubt, but you should not doubt it. Okay? അപ്പോൾ നമ്മുടെ ലൈഫ് പല രീതിയിൽ സ്ട്രെസ്ഡ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. നമുക്കിപ്പോൾ 2 രീതിയിൽ എടുക്കാം. ബിഫോർ കോവിഡ് ആൻഡ് ഡ്യൂറിങ് കോവിഡ്. ഇനി എപ്പോ കോവിഡ് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര പേർക്ക് ഇവിടെ ഉള്ളവർക്ക് കോവിഡ് ഒരു മഹാമാരിയായും തോന്നിയത്? ഹൗ മെനി ഓഫ് യു ഫീൽ ദാറ്റ് കോവിഡ് വാസ് എ ഹോണ്ടിങ് എക്സ്പീരിയൻസ് ടു യു ഓൾ? Can you all unmute and speak if anybody? Come forward, please. How many of you feel that COVID has been a different experience for you? Yes. Yes, you can speak. May I know who was speaking? Please come forward. Yes? Okay, COVID would have been a mysterious experience to different people, right? But what to say? I am a patient. I was a patient of COVID once. I was COVID positive a few months back. I took 2 vaccinations.
Okay, and I was very much overconfident that I will not get positive. I will not become positive. I was overconfident. I was overly positive, optimistic ആയിരുന്നു ഞാൻ. അപ്പൊ എന്തായെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എപ്പോഴും ഒരു ഓവർ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. So what happened is that some function was there. I attended it. Then immediately I got some headache and cold. My father too had some issues with the health. We just went and tested, hoping that we won't be positive. Unfortunately, we were tested positive. Except my mother, I and my dad, we were tested positive. I was totally confused because I was dependent on that vaccine, Covishield vaccine, expecting that I will not ever get this positive, becoming positive. So what happened is that put me into trouble. Obviously, you know what would be that people would start asking when it started, what is the reason, asking all, mapping the history behind it, how it happened, like that and all. People, the previous day there was a function. I went along with my teachers, with my department faculty members. We went for a function in an AC car. They were also in primary contact to me. They're all very much afraid, but they all gave me hope, you know. They all gave me hope. Tushar, you don't worry. We are there with you. We are there to support you. And that faith accelerated my faith and my confidence. Today, if I'm here, it's because of my friends, family members, and my mother's help. You know, my mother, she was supposed to be tested positive, though she was in personal contact. Because there is nobody else. My wife was gone for studies outside. So even everybody would be in panic. Many people asked, let them come and help us, but we did not allow because now we got it. We don't want any others to get this problem. Why to simply give trouble to others? So we were thinking that way positively. In fact, what happened, you know, my mother, she wholeheartedly surrendered to her God. She told nothing is impossible. Everything I will make it possible. She had a guts, determination, and she granted that confidence to us too. We could feel that vibration, and that vibration really boosted us on the 7th day. You know that we were that happened probably on April 19th. I was tested positive. On April 30th, I was actually all the symptoms went off for me on the 4th day. You know that? On the 4th day, the symptoms were reduced for me. But I was very much afraid about my father because he normally gets affected with flu and other problems. So, but that faith really helped us. And today we are really back. Behind all this, there is one reason. You know that? Because I am an Art of Living member. Thank you to Sri Sri Ravi Shankar Guruji. I should really thank him. Because of him, we learned the yoga, meditation, and so on. And we used to practice this daily. But you might be wondering, sir, even after doing yoga, how did you commit this? My dear friends, I know that I do yoga. I know that Corona would come any day. But Corona does not know what is yoga and who is Tushar, isn't it? So Corona will enter anybody's body, isn't it? So what do you have to do? We need to be prepared to face the crisis. We need to be prepared to face the crisis. You're all commerce students here, isn't it? When you're all commerce students, you all learn the subject management. Do you think management is just learning in words and scoring higher marks? No. You have to learn it and put it into practice. When situations come, you should know practically how to manage it. So that is what only I did it here. Today, I'm very happy that COVID, I welcome COVID with folded hands. Thank you, COVID. Thank you, Mr. COVID, for coming into my life. Because, you know, COVID, if it comes, you get more resistance power. That's what it's believed.
And also after getting COVID, I had some other disease. I had one skin infection that also gradually reduced. That infection was there for 8 years with me. But I had many medicines and treatment, but all that did not cure my disease. Finally, നമ്മളെ മുള്ളിനെ മുള്ളോണ്ട് എടുക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് ഇവിടെ സംഭവിച്ചത്. മഹാമാരിയായിട്ടുള്ള വന്നിട്ടുള്ള അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം I had that faith. Everything is going to be possibly right. Everything is going to be silent. Nothing will happen to me. ആ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. മോഡറേറ്റ് കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചതുകൊണ്ട് ഒബ്വിയസ്ലി ആരെങ്കിലും നെഗറ്റീവായിട്ട് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അയ്യോ ഇങ്ങനെ വന്നു അല്ലേ, എന്താ ഇപ്പൊ ചെയ്യാ, അവനൊക്കെ വന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, എന്താ അത് വന്നു അത് പോവും, ദാറ്റ്സ് ഇറ്റ്, ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്, നത്തിങ് ഇസ് ഗോയിങ് ടു ബി പെർമനന്റ്. ഒന്നും ശാശ്വതമല്ല, എല്ലാം വരും പോവും, ഒരു ഒഴുക്ക് മാതിരി നമ്മൾ അതിൽ പോവുക, അത്ര തന്നെ. എനിക്കൊരു തൊണ്ടവേദന മാതിരി ഒരു സാധനം വന്നു, സാധാരണ ഫാരൻജൈറ്റിസ് വരുന്ന മാതിരി തന്നെ. പക്ഷെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായി. അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്താണോ ലൈഫിൽ വരുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ദ ഫസ്റ്റ് നമ്പർ പോയിന്റ്. Number 1 point is accept the problems in life. Whatever comes to your life, accept it then and there. നമ്മൾ ഒന്നിനെയും തടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കാര്യം നമുക്ക് ഇപ്പൊ നിങ്ങൾ ജോലി ആവശ്യമാവട്ടെ, അല്ലെങ്കിൽ സ്റ്റുഡൻസ്, നിങ്ങൾക്കൊക്കെ സ്റ്റുഡൻസ് ആയ ഇപ്പൊ പല രീതിയിലും പല സ്ട്രെസ്സുകളുണ്ട്. സ്റ്റുഡൻസിനുള്ള സ്ട്രെസ്സുകൾ എന്താണ്? പഠിക്കണം, പരീക്ഷ എഴുതണം. ഈ പരീക്ഷ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും യൂണിവേഴ്സിറ്റിന്റെ കാര്യം പറയാൻ അതോ ഗതിയാണ്. കാരണം യൂണിവേഴ്സിറ്റി ഓൾവേസ് വാണ്ട്സ് ടു കണ്ടക്ട് പരീക്ഷ എക്സാംസ്. മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ദ കമ്പനി വിൽ ഗോ ഓൺ ഫോർ എവർ എന്ന് പറയുന്ന മാതിരി മനുഷ്യന്മാര് വരും പോവും, എക്സാം വിൽ ഗോ ഓൺ ഫോർ എവർ. ആ എക്സാം കോൺസെപ്റ്റ് തന്നെ ഒരു വിപരീതമായിട്ട് നടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഐ ആം ടോട്ടലി അഗെയിൻസ്റ്റ് എക്സാംസ്. ബിക്കോസ് ഒരു 3 എക്സാം വേണം, ബട്ട് ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, എന്തിനാ സബ്ജക്റ്റീവ്? ബട്ട് യു മൈറ്റ് ബി വണ്ടറിങ്, അപ്പൊ അക്കൗണ്ടിങ് മാതിരിയുള്ള പേപ്പേഴ്സിനൊക്കെ എന്തായിരിക്കും സെർച്ച് ചെയ്യുക? അക്കൗണ്ടിങ് മാതിരിയുള്ള പരീക്ഷകൾ ഇപ്പോ UGC നെറ്റ് എക്സാം എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതിലൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അപ്പോ ക്രിയേറ്റിവിറ്റി ഉള്ള പണ്ടത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കാണ്ട് വേറെ രീതിയിലേക്കൊക്കെ വരുന്നത്, അത് ദാറ്റ് ഇസ് ഇൻ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ടീച്ചേഴ്സ് ലൈഫ്. സ്റ്റുഡൻസ് പറയുന്നത് അവർക്ക് എപ്പോഴും പഠിക്കേണ്ട, എന്ത് പഠിക്കുകയാണെങ്കിലും യു ഹാവ് ടു അപ്ലൈ ഇറ്റ് ഇൻ യുവർ ലൈഫ് ടു. ഇപ്പൊ ഞാൻ മാനേജ്മെന്റ് പഠിച്ച് മാർക്ക് കിട്ടിയോടെ കഴിഞ്ഞില്ല, അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്തു. പ്ലാനിങ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റിംഗ് ചെയ്യണം, കോർഡിനേറ്റിംഗ് ചെയ്യണം, കൺട്രോളിങ് ചെയ്യണം, സൂപ്പർ എല്ലാം ചെയ്യണം അല്ലേ? അതാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് എല്ലാ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടിങ്, നമ്മുടെ വീട്ടിലാണ്. എല്ലാ ഒരു നല്ല കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വീട്ടിൽ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ പല റെസ്പോൺസിബിലിറ്റീസ് വരും, അതിനൊക്കെ ഒഴിയാൻ പറ്റുമോ? ക്യാൻ യു എസ്കേപ്പ് ഫ്രം ഓൾ ദീസ് റെസ്പോൺസിബിലിറ്റീസ്? ഓക്കെ, ഇമാജിൻ ഇഫ് യു എസ്കേപ്പ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതിന്റെ 3 ടൈംസ് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താ? ഇപ്പൊ ചെയ്തു വെക്കുന്ന തന്നെയല്ലേ. സോ വാട്ട് യു ഹാവ് ടു ഡു? Prepare your mind to face the crisis. How? By taking responsibilities. ഇനി എന്നോട് ചോദിക്കും, സാറേ ഈ ഒരു വീട്ടിൽ നമ്മൾ ഇരുന്നിട്ട് എന്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാ? ഞാൻ പറയട്ടെ, വളരെ സിമ്പിൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അല്ല ഫുൾ നേരം ഓൺലൈൻ ക്ലാസ് ആണ് പറഞ്ഞ മൊബൈലിന് മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടോ? കുത്തിരിക്കുകയാണെങ്കിൽ അത് പഠിപ്പല്ല, അത് കാര്യമായിട്ട് പറയാം. അതല്ല കാര്യം. വീട്ടിൽ നമ്മൾ ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സമയം 24 മണിക്കൂർ പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ശരി, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് 24 മണിക്കൂർ പോരാ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ വെറുതെ സമയങ്ങളെ ഇങ്ങനെ ഗോസിപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ ആമസോൺ പ്രൈം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ട് ഇങ്ങനെ സിനിമ കണ്ട് ഇരിക്കാനോ? ഈ സിനിമ കാണാൻ നല്ല കാര്യം തന്നെ, സിനിമ കണ്ടോളൂ. പക്ഷെ എല്ലാ നേരം ഇരുന്ന് സിനിമ കാണണ്ടല്ലോ. അല്ലെങ്കിൽ ചാറ്റിങ് ചെയ്തോളൂ, ചാറ്റിങ് ചെയ്തും കൊണ്ടേ ഇരിക്കണ്ടല്ലോ. കുറച്ച് കാര്യങ്ങൾക്കൊക്കെ സമയം മാറ്റി വെക്കുക. പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിച്ചും കൊണ്ടിരിക്കണ്ടല്ലോ. ഇപ്പൊ ടീച്ചർമാർക്ക് ഇഷ്ടമായിട്ടാണോ ടീച്ചർമാർ ഓൺലൈൻ ക്ലാസ് നടത്തുന്നത് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ടീച്ചിങ് ജോലി ഇപ്പൊ വളരെ ചാലഞ്ചിങ് ആയി. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ടീച്ചർമാരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചിട്ടും പറഞ്ഞു തരുന്നത്. കാരണം പണ്ട് കോവിഡ് തുടങ്ങിയ സമയത്ത്
എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഓഡിയോ അയക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക, അതൊക്കെ തട്ടിക്കൂട്ടി നടക്കായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് ഇപ്പൊ മടുത്തു, പണ്ടത്തെ ടെക്നിക്കല്ല. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സിന് കുറച്ചുകൂടി ചാലഞ്ചിങ് ജോബായി. കാരണം അവിടെ മൊണോട്ടണി ആയിട്ട് നടക്കില്ല, എന്തെങ്കിലും വേറെ പുതിയത് പുതുമ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. സോ ദാറ്റ് ഇസ് വൈ വി ആർ ടെലിംഗ്. ഇപ്പൊ ഏതൊരാള് എവിടെയും ജോലി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, പണ്ടൊക്കെ ആൾക്കാരെ പറയും എനിക്ക് ഒരു ലെക്ചറർ ആയാൽ മതിയായിരുന്നു എന്ന് പറയും. ഒരു ജോലിയും കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയായാലും ടീച്ചർ ആയാൽ മതി എന്ന് പറയും. ഞാൻ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാലോ, അതാണ് അവരുടെ ചിന്താഗതി. പക്ഷെ ആ പെർസെപ്ഷൻ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പൊ മാറി കംപ്ലീറ്റ്ലി. എന്താ മാറിയത്? ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? കംപ്ലീറ്റ്ലി ടീച്ചിങ് ജോബ് കുറച്ചുകൂടി മറ്റേ ജോബിനെക്കാട്ടിലും റെസ്പോൺസിബിലിറ്റി കൂടി. കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതും കുട്ടികളെക്കാട്ടിലും ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോ നമ്മള് ഈ കണ്ടന്റ് മതി. ഇപ്പൊ ഞാൻ ഐ എം ഗെറ്റിംഗ് ഇൻ ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ വളരെ വലിയ ക്രൈസിസ് ആണ് ജോബ് കിട്ടാനൊക്കെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറെ ഓൺലൈൻ കോഴ്സസ്, മൂക്ക് കോഴ്സസ് മാതിരിയൊക്കെ പഠിച്ചു വെക്കണം. Don't rely only on your degrees which you're getting from the college or from the institute or from the university. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന് കൂടെ സൈഡിൽ വേറെ കുറെ കോഴ്സസുകൾ പഠിക്കാൻ നോക്കുക. മൂക്സ് മാതിരി കോഴ്സസ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മൂക്സ് മാതിരിയുള്ള കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തിനാ മൂക്സ് തുടങ്ങിയത് അറിയുമോ? 2014 സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. സ്വയം എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ലേണിംഗ്, സ്വന്തമായിട്ട് പഠിക്കൂ. അത് തുടങ്ങിയത് തന്നെ അതിന്റെ മെയിൻ കോൺസെപ്റ്റാണ്. അത് തുടങ്ങുമ്പോൾ അന്നത്തെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ഒരു ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ ഇങ്ങനെയൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പക്ഷെ അതിനെ എതിർക്കാൻ തന്നെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താ അറിയോ? എന്തുകൊണ്ടാണ് പല പല ഡിഫറെന്റ് പോളിസീസ് അറ്റ് എ ടൈമിൽ വരുന്നത് അറിയോ? കാരണം എല്ലാ കൺട്രിയിലും സ്റ്റഡി നടത്തിയത് എന്താന്ന് പറഞ്ഞറിയോ? നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹെട്രോജിനസ് കൾച്ചറാണ്. ഒരാളൊന്ന് പറഞ്ഞാൽ 10 ആൾക്കാർ പല രീതിയിലായിരിക്കും പറയാം. അപ്പൊ പല രീതിയിൽ പല ആൾക്കാർക്ക് പെർസെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ബിസിനസ്മെൻ ആൾക്കാരുണ്ടല്ലോ, അതിനെ അവരുടെ ഐഡിയ, ആ പറഞ്ഞ ആൾക്കാരുടെ ഐഡിയ അത് കസ്റ്റമേഴ്സിന്റെ ഐഡിയ ആയിട്ട് എടുത്തിട്ട് അതിന്ന് ഒരു പുതിയ പ്രോഡക്റ്റും പുതിയ പ്രോസസ്സും തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും ഏതൊരു MNCs എടുത്താലും അവർ ഇന്ത്യയിലേക്ക് വന്ന് സ്റ്റെപ്പ് ചെയ്യുന്നത്. അറിയുന്നത്? ദിസ് ഇസ് ദ റീസൺ. The count of MNCs in India is increasing because we Indians have different perceptions, having different cultures, having different sort of festive moods. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പൊ നമ്മളാണ് നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കം. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അക്കാഡമിക് സ്ട്രെസ് നമ്മൾ പറഞ്ഞു, പരീക്ഷ എഴുതേണ്ട കാര്യം. ഇനി ഞാൻ ചെറിയ ഇൻസിഡന്റ് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം എന്റെ 3rd ഇയറിലെ കുട്ടി, ആ കുട്ടീന്റെ പ്രൊജക്ട് ഗൈഡ് ഞാനായിരുന്നു. ആ കുട്ടി പലപ്പോഴും ഞാൻ ഡെറിവേറ്റീവ്സ് ആണ് എന്റെ സബ്ജക്ട്. അപ്പൊ ഞാൻ ഡെറിവേറ്റീവ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, മോനെ നീ എന്താ ക്ലാസ് കയറാത്ത? ഒന്നുമില്ല സാറേ, ഞാൻ അടുത്ത പ്രാവശ്യം കയറിക്കോളാം. ഇതായിരുന്നു അവന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഞാൻ റിപ്പീറ്റഡ് ആയി ചോദിച്ചു നോക്കി, ആ കുട്ടി വന്നിട്ടേ ഇല്ല. ആ കുട്ടീനോട് ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, ക്ലാസ്മേറ്റ്സിനോട് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, സാറേ അവന്റെ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്നുമില്ല. പിന്നെ വേറെ നിവൃത്തിയില്ല, അവന് പ്രൊജക്ട് ഗൈഡ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് തന്നെ ആവണം. അപ്പൊ ഞാൻ പറഞ്ഞ സമയം കൂടി, ആ കുറിച്ച് വെച്ച സമയത്തും കൂടി അവൻ വന്നില്ല. എന്നിട്ട് ഞാൻ അവനെ എവിടെയോ വെച്ച് കണ്ടുപിടിച്ച് അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഒരു മീറ്റിംഗ് ഒരു കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് നന്നായി. കാരണം ഞാൻ ചോദിക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ എന്റെ മനസ്സിൽ ഞാൻ രൂപം കൽപ്പിച്ചു. ഐ വാസ് creating a castle scenario. I was creating some sort of image about that boy in my mind. പക്ഷെ അവനോട് ഞാൻ സംസാരിച്ചപ്പോ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും മനസ്സിലാക്കി, എനിക്ക് കുറ്റബോധം തോന്നി. കാരണം ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ചത്, ശരിക്കും ഒരു ചെറിയൊരു സംസാരത്തിൽ, അതായത് ഫോർ 5 to 10 minutes ഞാൻ വിചാരിച്ച കാര്യമല്ല അവന്റെ ലൈഫിന് സംഭവിച്ച കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ കുട്ടികൾ ക്ലാസ് ബങ്ക് ചെയ്യും, എവിടെയെങ്കിലും വെറുതെ ഓൺലൈൻ ക്ലാസ് കട്ട് ചെയ്ത് പോവും. പക്ഷെ ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടില് കുറച്ച് ഫിനാൻഷ്യലി ഡിസ്ട്രെസ്ഡ് ആണ്, ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ കോവിഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടി. അപ്പൊ ഇവന് മാത്രമേ ഉള്ളൂ കുറച്ചു നേരം പഠിക്കുക രാവിലെ, പിന്നെ കഴിഞ്ഞ് ജോലിക്ക് പോകണം. ഇപ്പൊ ഡെലിവറി ബോയ് ആയിട്ടുള്ള രീതിയിലാണ് ഇവൻ ജോലി ചെയ്തിരുന്നത്. അപ്പൊ പല ക്ലാസ്സുകളുടെ അസൈൻമെന്റ് ഒക്കെ ഉണ്ട്.
അപ്പൊ അതിന്റെ കൂടെ ഇതും പഠിക്കണം, പ്രൊജക്റ്റ് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കൂടാണ്ട് അവന് കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോ ഈ മൊബൈലിൽ ഇരിക്കുന്നതുകൊണ്ട് അവന് സ്ട്രെയിൻ കൂടുണ്ട്. അപ്പൊ കണ്ണിന്ന് ഇങ്ങനെ അവൻ പറയാ, എനിക്ക് കരയാനും കൂടി എന്റെ കണ്ണിൽ വെള്ളമില്ല സർ എന്നാണ് പറയുന്നത്. വിഷമം ഉണ്ടെങ്കിലും കരയാനും കൂടി എന്റെ കണ്ണിൽ വെള്ളമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവന്റെ കണ്ണ് സ്ട്രെയിൻ ചെയ്തിട്ട് അവന്റെ വളരെ സങ്കൻ ഐസ് ആയിട്ട് കണ്ണൊക്കെ റെഡ് ആയിട്ട് ട്രീറ്റ്മെന്റിലായി, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അവന് വേറെ ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയത്, നമ്മൾ ആ കുട്ടികളെ വിളിച്ച് സംസാരിക്കണം. ഒരു കുട്ടീന്റെ ലൈഫില് നിങ്ങളൊക്കെ മക്കളാണ്, നിങ്ങൾ നാളെ മുതിർന്നവരായിട്ട് നിങ്ങളും ടീച്ചേഴ്സ് ആവും, നിങ്ങളും അച്ഛനമ്മമാരാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. കുട്ടികൾ മാത്രമല്ല കുറ്റക്കാര്, അതേമാതിരി ടീച്ചേഴ്സ് മാത്രമല്ല കുറ്റക്കാര്, പേരൻസ് മാത്രമല്ല കുറ്റക്കാര്. ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട് കുട്ടികളുടെ ലൈഫില്. ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞാൽ, ടീച്ചർ ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു ഓൾ, കെൻ ഐ ആസ്ക് യു ക്വസ്റ്റ്യൻ? കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഓപ്പണായി സംസാരിക്കണം എന്നോട്. ഇവിടെ എല്ലാവരും ടീച്ചേഴ്സ്. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം വെച്ചതെന്ന് അറിയോ? കാരണം നിങ്ങളെ പറ്റി വളരെ അടുത്തറിയുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത്. അതുകൊണ്ട് യു ഷുഡ് ബി താങ്ക്ഫുൾ ടു യുവർ ടീച്ചേഴ്സ്. ഓക്കെ, ഓപ്പണായി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ മാതിരിയുള്ള ടീച്ചർമാരെയാണ് ഏറ്റവും നല്ല ഇഷ്ടം? ക്യാൻ യു ടെൽ മീ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഇമേജ് അബൌട്ട് എ ഗ്രേറ്റ് ടീച്ചർ? നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം? Yes, I would like to get this answer from you all. Hello, sir. Yes. Sir. Yeah, Ramya, speak. സർ, നല്ലൊരു ടീച്ചർ പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ അപ്പിയറൻസ് അല്ല നോക്കുന്നത്. കാരണം ആ ടീച്ചറിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. കാരണം അതൊരു മദറും ഒരു ചൈൽഡും തമ്മിലുള്ള ഒരു ബോണ്ട് പോലെ ആയിരിക്കണം ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് തന്നെ സ്റ്റുഡന്റിലേക്ക് ഇറങ്ങി എത്താൻ ആ ടീച്ചർക്ക് കഴിഞ്ഞിരിക്കണം. Did you have any such teacher in your life? Yes, obviously. My favorite teacher Girija. എന്തുകൊണ്ടാന്ന് അറിയില്ല, എനിക്കറിയില്ല. കാരണം ആ ടീച്ചർ സ്കൂളാണോ കോളേജാണോ? കോളേജിലാണ്. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ മാത്രമല്ല, കാരണം എല്ലാ കുട്ടികളും അറ്റ് എ ടൈം ശ്രദ്ധിക്കുന്നതായിരിക്കണം ഒരു ടീച്ചർ. അത് 1000-ൽ ഒരാൾ അങ്ങനെ ആയിരിക്കാം ടീച്ചേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവും. പക്ഷേ ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ആ ക്വാളിറ്റി ഉള്ളത് കാരണം കൊണ്ടായിരിക്കാം. Very good, Ramya. I appreciate your guts to come forward. Thank you, Ramya. God bless you. You come forward for sharing your views. Great. അപ്പോൾ രമ്യ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും, ഞാൻ ഇന്നത്തെ സെഷൻ തുഷാർ സാർ എന്ന് ആദ്യമായിട്ട് കേൾക്കായിരിക്കും. പക്ഷെ തുഷാർ എന്ന് പറഞ്ഞ ആൾ ആരാണ്, എങ്ങനെയായിരിക്കും ക്ലാസ് എന്നൊക്കെ പല പ്രതീക്ഷകളും ഉണ്ടായിട്ടുണ്ടാവും. ഇതേമാതിരി നമ്മൾ മനുഷ്യന്മാരാണ്, ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ പ്രകാരം നമ്മുടെ റിയാലിറ്റി സംഭവിച്ചിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും. ഇതാണ് സത്യം. ഇപ്പോ രമ്യ പറഞ്ഞത് വളരെ സത്യമാണ്. രമ്യയുടെ ആ ടീച്ചർ എന്ന് പറയുന്നത്, ആ ഇമേജ് എന്ന് പറയുന്ന ടീച്ചറെ പറയുമ്പോൾ തന്നെ ഫുൾ രൂപം മനസ്സിൽ വരുന്ന എന്തുകൊണ്ടാണ്? കാരണം ആ ടീച്ചർ ചെയ്ത നന്മ, ടീച്ചറുടെ ഒരു ഇപ്പോ എത്ര ടീച്ചർമാരെ നിങ്ങളൊക്കെ അറിയാം ക്ലാസ് കയറുമ്പോൾ ചിരിച്ചു കയറുന്നത്. ആ ഞാൻ പൊങ്ങച്ചം പറയല്ല, പക്ഷെ ഞാൻ സത്യം പറയാണ്. ബിക്കോസ് ഐ ആം എ സൈക്കോളജിസ്റ്റ്. അപ്പൊ എനിക്കറിയാം, നമ്മൾ ഒരു കുട്ടികളുടെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ വളരെ സ്ട്രെസ്ഡ് ആണ്. ദേഷ്യം പിടിച്ചിട്ട് കുട്ടികളുടെ മുന്നിൽ പോയിട്ട് സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടികൾക്ക് വളരെ ഓൾറെഡി ടെൻഷൻ ആണ്, പ്രഷർ കുക്കർ മാതിരി ചൂടായിട്ടിരിക്കുക തല. അതിന്റെ കൂടെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരെ മറിച്ച് അവിടെ പോയിട്ട് നമ്മൾ അവരോട് സംസാരിക്കുകയാണ്, ഹലോ ഹൗ ആർ യു, ആ രീതിയിൽ നമ്മൾ സംസാരിക്കുക, ഓട്ടോമാറ്റിക് എന്താവും, അത് അലിഞ്ഞു പോവും. അതാണ് ഇപ്പൊ എല്ലാത്തിന്റെ മരുന്ന് നമ്മൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ രമ്യ അവിടെ സംസാരിച്ചു, എനിക്ക് രമ്യ എന്നുള്ള വാക്ക് എങ്ങനെ ഓർമ്മ ഇനി ഞാൻ മറക്കൂല, രമ്യന്റെ പേര് ഞാൻ മറക്കൂല. കാരണം എന്താ? ബിക്കോസ് ഐ നോ രമ്യ, ഷീ സ്പോക്ക് കമ്പയറിംഗ് ടു അതർ സ്റ്റുഡൻസ്. ഇതേമാതിരി ഓരോരുത്തർക്ക് ഞാൻ ഓപ്പർച്യൂണിറ്റി തരികയാണ്, നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ പല വിഷസ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ പല ടീച്ചർമാരായിട്ട് പല രീതിയിലാണ്, രൂപങ്ങളിലാണ് വരുന്നത്. നമ്മൾ അതെന്ത് ചെയ്യണം? എപ്പോഴും അവരുടെ അടുത്ത് നല്ല കാര്യം ഉൾക്കൊള്ളണം. എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞിരുന്നത്, അല്ലെ?
പക്ഷെ ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു കുട്ടി എന്നോട് പറയാ, സാറേ എന്റെ പേരൻസ്, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാറില്ല, ഞാൻ ടീച്ചർമാരോട് ഷെയർ ചെയ്യാറുണ്ട്, എനിക്ക് വളരെ അപൂർവമായി കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് സ്കൂളിലത്തെ ഒരു ടീച്ചർ ഉണ്ട്, അവരോട് ഞാൻ ഷെയർ ചെയ്യാറ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ പേരൻസിനും കൂടിയും ഞാൻ പറയുന്നത് മനസ്സിലാവില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു ആ കുട്ടി. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ് പേരൻസിനോട് പറഞ്ഞാൽ പേരൻസ് പറയും, നിന്നെക്കാളിലും കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്, അറിയോ നിനക്ക്, നീ ഒന്നുമല്ല, നീ വളരെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, എങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഇമോഷൻസിനെ തള്ളും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും. നമ്മളെപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോ നമ്മളെപ്പോഴും അവരുടെ സിറ്റുവേഷനിൽ ഇരിക്കണം, അറിയോ. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡന്റിനോട് സംസാരിച്ചപ്പോ അവൻ കള്ളം പറയുന്നല്ല, അവന്റെ കണ്ണിൽ കണ്ട എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ അവൻ ആ പറഞ്ഞ പ്രശ്നം ഞാൻ അവന്റെ സിറ്റുവേഷനിൽ ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എന്തായിരിക്കും അനുഭവിക്കുക. ഞാൻ ആലോചിച്ചു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആലോചിക്കണം. ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ ടീച്ചർമാർക്കുള്ള സ്ട്രെസ് കുട്ടികൾ ടീച്ചറിന്റെ പൊസിഷനിൽ ഇരുന്ന് ആലോചിക്കണം. അതേമാതിരി കുട്ടികൾ ടീച്ചേഴ്സും കൂടി കുട്ടികളുടെ സിറ്റുവേഷനിൽ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, അറിയോ അത്. ഇനി ആലോചിക്കുന്നില്ലെങ്കിൽ ആലോചിച്ച് തന്നെ ആവണം. കാരണം ഇപ്പൊ എന്താ പറഞ്ഞാ നമ്മളെല്ലാവരും ടെക്നോളജി ആയിട്ട് ഇടപഴകി മടുത്തു. ഇനി ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 60-40 പ്രിൻസിപ്പിൾ ആണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല പ്രാക്ടിക്കലി. അത് 60% നിങ്ങൾക്ക് അറിയോ അറിയില്ല, UGC പറയുന്നത് 60% ഓഫ്ലൈനും 40% ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ ശരിക്കും നേരെ ഓപ്പോസിറ്റ് ആണ്, 80-20 പ്രിൻസിപ്പിൾ, 80% ഓൺലൈനും 20% ഓഫ്ലൈൻ. പക്ഷെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാരണം 100% ആക്കി. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ എനിക്കറിയാം ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ, കാരണം ഞാനൊരു കുട്ടിയുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കുന്നത്? ഫ്രസ്ട്രേഷൻ, നോട്ട് ഏബിൾ ടു മീറ്റ് ദെയർ ഫ്രണ്ട്സ് ഇൻ ദ കോളേജ്. രണ്ടാമത്തത്, കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എന്താണ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയി. ഇനി ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയോ? കുട്ടികൾ ആരും എന്താ പറയാ മെന്റലി മെച്ചുവേർഡ് ആയിരിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ എന്റെ സ്റ്റഡീസിലേക്ക് വരാം, എന്റെ കോളേജ് ലൈഫിലേക്ക് വരാം. ഞാൻ എപ്പോഴും ബുക്സിന്റെയും പിന്നാലെയായിരുന്നു, എന്റെ ടീച്ചേഴ്സും ബുക്സും അതിന്റെ പിന്നാലെയായിരുന്നു. എനിക്ക് എപ്പോഴും ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ എന്റെ ടീച്ചേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരിക്കലും ഇരിക്കാറില്ല, എനിക്ക് ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ കാര്യം റിയലൈസ് ചെയ്തപ്പോഴറിയോ, ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത് എന്റെ കരിയറിൽ സെയിന്റ് ആഗ്നസ് കോളേജ്, മംഗലാപുരത്ത് സെയിന്റ് ആഗ്നസ് വിമൻസ് കോളേജിലായിരുന്നു ജോയിൻ ചെയ്തത്. എനിക്ക് വളരെ ഞാൻ പഠിച്ചത് മെൻസ് കോളേജ്, ജോലി ചെയ്യാൻ തുടങ്ങിയത് വിമൻസ് കോളേജ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര സ്ട്രെസ്ഡ് ആയിരിക്കും ഞാൻ. അവിടെ എൻ്റെ ഒരു സ്റ്റുഡന്റ് എന്നെക്കാളിലും 10 വയസ്സ് മൂത്ത ഒരു ലേഡിയാണ്, അറിയോ. ഒരു സ്റ്റുഡന്റ് ആണ്, 2 കുട്ടികളുടെ അമ്മ. എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കാരണം അവർക്ക് എന്നെക്കാളും മെച്ചുവേർഡ് ആണ്. ഞാൻ അവർ സംസാരിക്കുമ്പോൾ വിചാരിച്ചു ശരിക്കും ഞാൻ എത്ര ഇമ്മെച്ചുവേർഡ് ആയിരുന്നു. കുട്ടികളുടെ അവർ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പല രീതിയിലും എൻ്റെ ലൈഫിൽ പല കാര്യം ഞാൻ മിസ് ചെയ്തു. ആ കോളേജ് ലൈഫ് എന്ന് പറയാൻ എൻറ്റയർലി വേറെയാണ്. ശരിക്കും നമുക്കത് വിട്ടുപോയാൽ നമുക്ക് വളരെ വിഷമം തന്നെയാണ്. പക്ഷെ നമുക്ക് തിരിച്ചെടുക്കാം. അറിയോ എങ്ങനെയാണെന്ന്? തിരിച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല നമ്മുടെ മെമ്മറീസ്. ഇതൊക്കെ ഇതായിട്ട് ഒത്തുപോകണം. ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞൊരു കാര്യം ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തത്. കാരണം ലോക്ക്ഡൌൺ ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പോ ഓരോരുത്തർ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം. നമുക്ക് ഇങ്ങനെ ഈ പ്രൊട്ടക്ട് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടാണ്, അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടി, സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? പലപ്പോഴും നിയമങ്ങൾ ലംഘിച്ച് നമ്മൾ പോവുകയാണ്. വി ആർ ട്രൈങ് ടു വയലേറ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇത് 1000-ൽ ഒരുവൻ ഒരാളെ വേണ്ടാത്ത കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി, ആ റൂൾസ് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഒരേ മാതിരിയോ. എന്തുകൊണ്ടാണ് ടഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് അറിയോ? ബി ഇറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബി ഇറ്റ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിവേ. കാരണം ഏതെങ്കിലും ഒരാള് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മാസ്സായിട്ട് എല്ലാവർക്കും ഒരേ മാതിരി റൂളാണ് വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ആണ് മറ്റുള്ളവരുടെ നമ്മൾ സെൽഫ് കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. അതുകൂടാണ്ട് മറ്റുള്ളവരുടെ മുകളിൽ നമ്മൾ
കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. മറ്റുള്ളവർക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാം. നമുക്ക് കൂട്ടായ്മ, ഗെറ്റ് ടുഗെദർ, സൂം, അതേമാതിരി ഗൂഗിൾ മീറ്റ്, അങ്ങനെ മാതിരിയുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള നമുക്ക് ഒത്തൊരുമ ഇപ്പൊ വരുത്താം. യു ക്യാൻ ഡു ഇറ്റ്. ചാറ്റിംഗ് നടത്താം താൽക്കാലികമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ടെക്നോളജിയും കൂടി ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടത്തെ കാലത്ത് ഇരിക്കുകയാണെങ്കിൽ, പണ്ടത്തെ കാലം ഈ കൊറോണ പണ്ടത്തെ കാലത്ത് നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെയും സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എല്ലാവരും തൂങ്ങിച്ചെത്തുണ്ടാവും. I'll tell you, I guarantee you that. Because we are very happy that we are having technology. ടെക്നോളജിയും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ചത്തുകൊണ്ടു. ബട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും കൂടി പല ആൾക്കാരും സൂയിസൈഡ്സ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്? കാരണം പല രീതിയിലും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയ ഇൻസിഡന്റ് പറഞ്ഞുതരാം. എൻ്റെ കസിന്റെ മക്കള് 10-11 വയസ്സാണ് അവർക്ക്. സ്കൂള് പഠിക്കുകയാണ്, CBSE സ്കൂള്. അവര് സൂമിനെ വെല്ലുവിളിച്ചു. സൂമിലാണ് അവർക്ക് സ്കൂളിന്റെ ക്ലാസ് നടന്നിരുന്നത് കഴിഞ്ഞ വർഷം. അവരെ മാതിരിയുള്ള കുട്ടികള് ഹാക്കിംഗ് ചെയ്യാൻ പഠിച്ചു. സൂമിൽ എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് പഠിച്ചു. അങ്ങനെ ക്രിമിനൽ ആയി മാറുക കുട്ടികൾ. ഇപ്പോ ഡേ ബൈ ഡേ കുട്ടികൾ ക്രിമിനൽ മൈൻഡഡ് ആയി മാറുകയാണ്. ഹാക്കിംഗ് പഠിക്കുകയാണ്. അവരുടെ DP തന്നെ ഈ മറ്റേ മുഖമില്ലാത്ത ഒരു മുഖമൂടി ധരിച്ചിട്ടുള്ള, അതേമാതിരി ഒരു കോട്ട് ധരിച്ചിട്ടുള്ള, തലയിൽ ഒരു തൊപ്പി ധരിച്ചിട്ടുള്ള, ഒരു മുഖമൂടി ധരിച്ചിട്ടുള്ള ഒരു ഹാക്കറിന്റെ ഒരു സിമ്പിളാണ് അവരെപ്പോഴും വെക്കാറ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ ഹാക്കേഴ്സ് ആണ്, ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചോർത്തിയെടുക്കാനുണ്ട്. എന്താ ചോർത്തിയെടുക്കേണ്ടത്? അവർക്ക് എന്നാ അറിയില്ല. അവർക്ക് ഈ പലപ്പോഴും ഈ ഇരുന്നിട്ട് ഇങ്ങനെ ഗെയിംസും പലതും ഇങ്ങനെ കേട്ടുള്ള അറിവ് വെച്ചിട്ട് അതാണ് ലോകം എന്ന് മനസ്സിലാക്കുകയാണ്. പലപ്പോഴും ഇപ്പോ നോക്കൂ, ഇപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളപ്പോ അവിടെ എന്റെ കൂടെ ഹെൽപ്പ് ചെയ്തൊരു പോലീസ് ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി അവര് സൈബർ ക്രൈമിൽ വർക്ക് ചെയ്യാണ്. അവർ പറയുക ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആയിട്ട് വരുന്നത് ഇപ്പോ സ്കൂൾ കുട്ടികളും കോളേജിലുള്ള മക്കളാണ്. പല ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നു, പല ആൾക്കാരുടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മോർഫ് ചെയ്യുന്നു. പല ആൾക്കാർ അത് കണ്ട് പേഴ്സണലായിട്ട് അവരെ ഡിസ്ട്രസ് ചെയ്തിട്ട് പൈസ പിടുങ്ങുന്നു. അങ്ങനെ പല രീതിയിലുള്ള സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കും നമ്മൾ ആലോചിക്കണം. അവരെ പോയിട്ട് ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ബേസ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ആണ്. നമ്മൾക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ വിഷമങ്ങൾ ആരോട് പറയും? ആ മക്കളോട്. ഇപ്പൊ എന്റെ കസിൻസിന്റെ അവരെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവരെ അസസ് ചെയ്തു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അച്ഛനും അമ്മമാരോട് നമ്മൾ സംസാരിക്കണം. അച്ഛനും അമ്മമാരും ഒക്കെ എല്ലാവരും ബിസിയാണ്. എല്ലാവർക്കും പൈസ ഉണ്ടാക്കാനുള്ള തിരക്കാണ്. കുട്ടികൾ നോക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ കുട്ടികൾ ഉണ്ടാക്കിയതല്ലേ? യു ഷുഡ് ആസ്ക് ദാറ്റ് വേ. സത്യമാണ് പറയുന്നത്. ഇത് നമ്മൾക്ക് ഇപ്പൊ ആലോചിക്കാൻ ഉള്ള സിറ്റുവേഷൻ വന്നിട്ടില്ലെങ്കിലും നമ്മൾ നാളെങ്കിലും ആലോചിക്കണം. നമ്മൾ ആ സിറ്റുവേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൈവിട്ട് പോകാനുള്ള സാധ്യതകളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും കേട്ട് മതിയായി ഉണ്ടാവും. നമുക്ക് എന്തായാലും അപ്പൊ ഇത് ഞാൻ ചുരുക്കം പറഞ്ഞുതരാം. നമ്മൾ ഇനി യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇപ്പോ ഞാൻ കോവിഡ് സമയത്ത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ലങ് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാണ്ട് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, ഓക്കെ, ഓർമ്മശക്തി എങ്ങനെ കൂട്ടാം, അങ്ങനെയുള്ള പല ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. റൈറ്റ്? സോ എല്ലാവരും ഒന്ന് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള, നിങ്ങളൊക്കെ യോഗ ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങൾ യോഗ തുടങ്ങുക. ഞാൻ പറയാം. ഓക്കെ, യോഗ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് വേർഡ് ആണ്. ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് യോഗ്യത, മീനിങ് എബിലിറ്റി. നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, ഇമോഷണൽ കപ്പാസിറ്റി എല്ലാത്തിനെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. യോഗയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് മുന്നേ പതഞ്ജലി യോഗ മഹർഷി, അദ്ദേഹം യോഗി ആയിട്ടുള്ള ആ മഹർഷിയാണ് ഇത് കണ്ടുപിടിച്ചത്. നിയർലി മോർ ദാൻ 80,000 യോഗാസനാസ് ഉണ്ട്, യോഗ സൂത്രാസ്. പല സൂത്രങ്ങളായിട്ടുള്ള രീതിയിൽ യോഗ വഴി നമുക്ക് അറ്റൈൻ ചെയ്യാം. പല കഥകളുണ്ട് അതിന്റെ പിന്നാലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, എന്ത് നമ്മൾ മനസ്സിലാക്കിയാലും പഴയതൊന്നും മറക്കരുത്. നമ്മൾ എപ്പോഴും ഈ നിമിഷത്തിൽ ജീവിക്കുക. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിനെ അതിജീവിക്കുക. പണ്ടത്തെ കോൺസെപ്റ്റ് ആയാലും ഓൾഡ് ഇസ് ഗോൾഡ്. പണ്ടത്തെ കോൺസെപ്റ്റ് ആയാലും അത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് അത് ഇൻകൾക്കേറ്റ് ചെയ്യുക, ആ വാല്യൂ.
മനസ്സിലാക്കുക, പണ്ടത്തെ ആൾക്കാർ വെറുതെ അല്ല ആ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അവർ വളരെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് പ്രെഡിക്റ്റീവ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയത് എല്ലാ കാര്യങ്ങളും. നമ്മളാണ് വളരെ ഫൂളിഷ് ആയിട്ട് നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുന്നത്. നമ്മളൊക്കെ വെസ്റ്റേൺ കൾച്ചർ ആയിപ്പോയി. ബർഗർ, വെജ് പിസ്സ, ജങ്ക് ഫുഡിലേക്കാണ് അധികം പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൂടിയും നമ്മൾ ഇന്ന് നേരെ മറിച്ച് മൊബൈൽ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. മൊബൈലിനെ കൂടിയും എന്താണ് തിന്നാൽ ചിലപ്പോൾ അങ്ങനെ വായിൽ കൂടെ പോകും. ആ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണം കൂടിയും വളരെ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കണം. വെള്ളം കുടിക്കുമ്പോൾ കൂടിയും എന്താണ് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് മെല്ലെ മെല്ലെയാണ് കുടിക്കേണ്ടത്. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വളരെ ബിസിയാണ്. എന്ത് ചോദിച്ചാലും ഞാൻ ബിസിയാണ്, എനിക്കൊന്നിനും സമയമില്ല. ഇതാണ് എല്ലാവരുടെയും വാചകം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം, അത് ആസ്വദിക്കണം. റെഡി? ഐ ഓൾ റെഡി ഫോർ ഇറ്റ്? അപ്പൊ നമ്മൾ ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? ഇപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വാട്ട് വി ഡു? നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കണ്ണടയ്ക്കൂ. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് പുറത്തേക്കാണ് വരുന്നത്. അങ്ങനെ വരണം. അതാണ് ശരിക്കുള്ള ബ്രീത്തിങ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ then that means that you had been breathing in a wrong manner. ബ്രീത്ത് ഇൻ, വയറ് പുറത്തേക്ക് വരുന്നു. എന്തുകൊണ്ട്? കാരണം ഡയഫ്രം മേലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് വയറ് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് വയറ് ഉള്ളിലേക്ക് പോകും. നിങ്ങൾ ഒരു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കുട്ടി ബ്രീത്തിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആ കുട്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് പൊങ്ങും, വിടുന്ന സമയത്ത് വയറ് താഴത്തേക്ക് ഉള്ളിലേക്ക് പോകും. അതും ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, മെല്ലെ ആസ്വദിച്ചെടുക്കുക. ഒരു പൂവ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ആസ്വദിച്ച് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് അതിന്റെ മണം, ഫ്രേഗ്രൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, ആ രീതിയിൽ നമ്മൾ ആസ്വദിച്ചെടുക്കണം. ഓക്കെ? സോ റെഡിയാണോ? എല്ലാവരും നിങ്ങൾ പൊസിഷനിൽ ഇരിക്കൂ. എവിടെയാണോ ഉള്ളത് നിങ്ങൾ അവിടെ സുഖമായിട്ടിരിക്കൂ. ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത റൂമിലിരിക്കൂ. നമ്മൾ ഇനി കുറച്ച് യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ? അപ്പോ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ? നമ്മളൊരു ലാഫ്റ്റർ തെറാപ്പിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ? ഞാൻ അപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറയും. അപ്പൊ എല്ലാവരും മുന്നോട്ടേക്ക് വരണം. ഓക്കെ? റൈറ്റ്. അപ്പോ എന്തായാലും നമുക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും ഇരിക്കൂ. നിങ്ങളുടെ 2 കൈകളും തുറന്ന പോസ്ചറിൽ ഇങ്ങനെ തൊടേന്റെ മുകളിൽ വെക്കൂ. കീപ് ഇറ്റ് പാരലൽ ടു ദ റൂഫ് in the resting position on the lap. Breathe in, breathe out. എന്റെ കൂടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നിങ്ങളുടെ കാല് മുതൽ മൂർധാവ് വരയ്ക്കും കംപ്ലീറ്റ് ആയിട്ട് രക്തോട്ടം ഓടുന്നത് ശ്രദ്ധിക്കുക. ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓരോരു ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതലായി റിലാക്സ് ചെയ്യുകയാണ്. When you relax, when you breathe out completely, you try to relax your body and muscles. Breathe in, you take in positive energy. Breathe out all the tensions in your body. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ കംപ്ലീറ്റ് പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവരും. Bring your attention to the room where you sit in. Listen to the sound produced in the room where you sit. It can be the sound of vehicles moving, the sound of people talking in the next room, the sound of TV, fan, anything, the sound of birds chirping, the sound of dogs barking,
etc. Breathe in, breathe out. Observe the silence in the room. Feel the vibration in your palms. നിങ്ങളുടെ രണ്ട് കൈകൾ, തുറന്ന കൈകൾ നടുവിൽ തന്നെ ഒരു വൈബ്രേഷൻ, മൊബൈലിന്റെ വൈബ്രേഷൻ ഉള്ള മാതിരി ഒരു വൈബ്രേഷൻ നിങ്ങൾ ഫീൽ ചെയ്യൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. ഇനി മെല്ലെ രണ്ട് കൈകളും നല്ലോണം ചാർജ് ചെയ്യൂ. നൈസ്ലി റബ് ഇറ്റ്. ആ ചൂട് ഫീൽ ചെയ്യൂ കയ്യില്. എന്നിട്ട് അത് കണ്ണിലേക്ക് പകർത്തി കൊടുക്കൂ. 3 പ്രാവശ്യം ചെയ്യൂ. സ്പ്രെഡ് ഇറ്റ് യു എൻറ്റയർ ബോഡി. Slowly and gradually, as you feel okay, you may open your eyes. ഇനി നമ്മളെല്ലാവരും കുറച്ച് എക്സസൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇരിക്കുക. നിങ്ങളെല്ലാവരും ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്യാം. സോ സദാ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് തന്നെയാണ്. നമ്മൾ കൈകൾ ഉണ്ടല്ലോ, വിരല് ലൂസായി ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കണ്ട, ലൂസാക്കി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ലൂസായി ഇങ്ങനെ കൊടയും. കണ്ണടയ്ക്കൂ. എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യും. നിങ്ങളുടെ ബോഡിയിലെ ടെൻഷൻസ് എല്ലാം കൊഴിഞ്ഞു പോകുന്ന മാതിരി ഒരു ഫീലിംഗ്. നല്ലോണം ടൈറ്റ്, നല്ലോണം ഫാസ്റ്റ് ആയിട്ട് ചെയ്യൂ. ഫാസ്റ്റ് ആയിട്ട് ചെയ്യൂ. കൈകളൊക്കെ കൊടയൂ കംപ്ലീറ്റ്ലി. ഇതുവരെയ്ക്കും വർഷങ്ങളായിട്ടുള്ള സ്ട്രെസ്സുകളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകട്ടെ. ഫീലിങ്സും ഇമോഷൻസും നെഗറ്റീവ് വൈബ്രേഷൻസ് ഒക്കെ പോട്ടെ. റിലാക്സ്. മെല്ലെ കൈകൾ തൊടേന്റെ മുകളിൽ ഓപ്പൺ പൊസിഷനിൽ തുറന്നു വെക്കൂ. Breathe in, breathe out. കയ്യിൽ ഉണ്ടാവുന്ന സെൻസേഷൻസിനെ ഫീൽ ചെയ്യൂ. വിരലുകൾ, കൈമുട്ട്, റിസ്റ്റ്, തോല്, ഷോൾഡർ സോക്കറ്റ്സ്, the entire hands, left and right. Breathe in, breathe out. നീ മെല്ലെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, അപ്പോ ഇനി നമ്മുടെ കുറച്ച് എക്സസൈസസ് ആണ്. നമ്മൾ തല ഈ അരേന്റെ മുകളിലുള്ള ഭാഗത്തിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ മാത്രമല്ല, കഴുത്ത് റൊട്ടേഷൻ. ഓക്കെ, നെക്ക് റൊട്ടേഷൻ. സോ നോക്കുക എല്ലാവരും. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, റൈറ്റിലേക്ക് തിരിയുക. പറ്റുന്ന മാതിരി നല്ലോണം കഴുത്ത് തിരിക്കുക. Breathe out. Breathe in, ലെഫ്റ്റിലേക്ക് തിരിക്കൂ. ബോഡി തിരിയണ്ട, കഴുത്ത് മാത്രം തിരിക്കുക പറ്റുന്ന മാതിരി. ബ്രീത്ത് ഔട്ട്. സ്ട്രെയിൻ ചെയ്യണ്ട, എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ ടു ദ റൈറ്റ്. ചെയ്യൂ, എന്റെ കൂടെ തന്നെ ചെയ്യൂ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നടുഭാഗത്തേക്ക് കൊണ്ടുവരിക തല. ബ്രീത്ത് ഇൻ ടു ദ ലെഫ്റ്റ്. ബ്രീത്ത് ഔട്ട്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ ആസ്വദിച്ച് ചെയ്യണം. ശ്വാസത്തെ മറക്കരുത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും മറക്കരുത്. ഇനി നമുക്ക് തല റൊട്ടേറ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ, ആദ്യം താഴത്തുനിന്ന് മേലേക്ക്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മെല്ലെ
ആട്ടുകല്ലുള്ള മാതിരി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആട്ടരുത്. നമ്മുടെ തലയാണെന്ന് ഓർമ്മ വേണം. മെല്ലെ ആട്ടു, തല ആട്ടു. റൊട്ടേറ്റ് യുവർ head slowly, mindfully. Now move in the anti-clockwise direction. ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ, ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. Relax, come to the position. Okay, ഇനി നമ്മള് ഐ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കണ്ണൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയല്ലേ? എല്ലാവരും ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് 2 കൈകളും നമ്മളിങ്ങനെ വെക്കുക കണ്ണിന്റെ ഇവിടെ. എന്നിട്ട് കണ്ണിങ്ങനെ കുറച്ച് വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Rotate your eyes. I hope you can see me. ഇത് വളരെ നല്ലതാണ് നമ്മുടെ ഐ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Okay, close your eyes, relax. You may open your eyes. Yeah. Now, next we are going to do shoulder rotation. Okay, so shoulder rotation നമ്മള് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. എല്ലാവരും നോക്കൂ. സോ നമ്മുടെ 2 കൈകളും ഷോൾഡറിന്റെ ഇവിടെ വെക്കുക. കൈമുട്ട് ഞാൻ ചെയ്യുന്നമായി ചെയ്യുക. ലിസൺ ഹിയർ എവരിവൺ. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ടും തൊടിയിക്കാൻ വേണ്ടി നോക്കുക. ആവുന്നില്ലെങ്കിൽ ശ്രമിച്ചു നോക്കുക. ആവും. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out. Ni anti-clockwise. Breathe in, breathe out, breathe in, breathe out, breathe in, breathe out. നമ്മള് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ബോഡി, ഈ ഷോൾഡർ, ഈ വേദനകൾ ഇതൊക്കെ കുറയാൻ വളരെ നല്ലതാണ്. നമ്മൾ ലാപ്ടോപ്പും മൊബൈലൊക്കെ ഇട്ടിരിക്കുമ്പോൾ കൈകളൊക്കെ വളരെ സ്ട്രെസ്ഡ് ആണ്. ഇതിനൊക്കെ വളരെ നല്ലൊരു എക്സസൈസും കൂടിയാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ കൈ റിലാക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡു സം എക്സസൈസ്. ജസ്റ്റ് യു ക്യാൻ സീ മീ. ഐ ആം ഗോയിങ് ടു ഷോ യു നൗ. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ യുവർ പ്ലേസ്. ഓക്കെ, സോ everybody look at me here. So now കൈകൾ മുന്നിലേക്ക് വെക്കുക, റൊട്ടേറ്റ് ചെയ്യൂ. കംപ്ലീറ്റ് ആയിട്ട് കൈ എല്ലാം റൊട്ടേറ്റ് ചെയ്യൂ. റൊട്ടേറ്റ് യുവർ ഹാൻഡ്സ് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി കൈ ഇങ്ങനെ വെക്കൂ. എന്നിട്ട് നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ലോണം കൈ മുറുക്കി പിടിക്കും. വിരലൊക്കെ മുറുക്കി പിടിക്കും. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് എന്ന് വിടുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒന്ന് പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് all the tensions in your mind. Breathe in. ഓക്കെ, ഇനി കൈ 2 ടാറ്റ കൊടുക്കുന്നതാണ്. ടാറ്റ കൊടുക്കൂ. നല്ലതാണ്. ഈ ഭാഗത്തേക്കൊക്കെ മസിൽസിനൊക്കെ വളരെ നല്ലതാണ്. ഇനി വിളിക്കൂ. ആരെയോ മുന്നിക്ക് വിളിക്കുക. കം ഹിയർ. ഇനി സൈഡ് വൈസ് ആയിട്ട് വിളിക്കൂ. ബാക്ക് സൈഡിലേക്ക് വിളിക്കൂ. ഇതേമാതിരി നമുക്ക് 2 കൈകളും ഇപ്പൊ മുന്നിൽ ചെയ്ത മാതിരി തന്നെ 2 സൈഡ് ആയിട്ട് ചെയ്യൂ. ടാറ്റ കൊടുക്കൂ. വിളിക്കൂ. സൈഡ് വൈസ്, ബാക്ക് വൈസ്, rotate your hands. Yes. Now what you do, ഇനി കുറച്ച് കൈ റിലാക്സ് ചെയ്യാൻ നമുക്ക് ലൈക്ക് ദിസ്. ഫ്രണ്ടിലേക്ക് ആക്കൂ. Now relax your hands. This is very good
Clapping is very good for your hands because this is like an acupuncture to every nerve. നമ്മുടെ ബോഡിയിലെ എല്ലാ നാഡികളും എല്ലാ നെർവ്സും നമ്മുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ടാണ് ഹസ്തരേഖ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നോക്കുമ്പോൾ, കൈ രേഖ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് ഒരു പാർട്ടിൽ കിഡ്നി, ലങ്സ്, ആന്തരികമായ എല്ലാ അവയവങ്ങൾക്കും എല്ലാ പാർട്ടും നമുക്ക് ഇവിടെ വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ക്ലാപ്പിംഗ് തെറാപ്പി ചെയ്യുന്നത്. ക്ലാപ്പിംഗ് തെറാപ്പി ചെയ്യുമ്പോൾ അടിച്ചടിച്ച മഴ പെയ്യുന്ന മാതിരിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ക്ലാപ്പിംഗ് തെറാപ്പി ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇറ്റ് അലേർട്സ് യുവർ ബ്രെയിൻ. ഓക്കെ, നമുക്ക് കുറച്ച് ഓടാം, ജോഗ് ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, സോ നമ്മള് ജോഗ് ചെയ്തുകൊണ്ട് തന്നെ പപ്പു, യു ഹാവ് എ വിങ്സ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് what we can do is that we are going to laugh. Okay, എല്ലാവരും ഇവിടെ ഉണ്ടോ? Are you all there? Yes, are you all there? Yes, sir. Okay, fine. So let's laugh together. Okay, everyone. Okay, so എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം, റൈറ്റ്? ആൻഡ് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം. ആൻഡ് എല്ലാവരും ചിരിക്കണം. ഒന്നും പിടിച്ചേക്ക്. നമ്മുടെ ലൈഫിലുള്ള എല്ലാ ടെൻഷൻസും കുറച്ചു നേരം മാറ്റി വെച്ച് നമ്മളൊന്ന് ചിരിക്കാം. എല്ലാം മറന്നുപോകും. റിലാക്സ് കംപ്ലീറ്റ്ലി. ഓക്കെ, വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും വിളിക്കൂ, കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വിളിക്കൂ. ഓക്കെ, എല്ലാവരും വിളിക്കൂ, ചിരിക്കട്ടെ, ആയുസ് മുന്നോട്ട് പോകട്ടെ. റൈറ്റ്? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. നിൽക്കൂ, just stand there. Breathe in, breathe out, breathe in, breathe out ചെയ്യുമ്പോൾ ha, breathe in, ha, make that sound. Breathe in, ha, breathe in, ha. Okay, I want you all to unmute. Unmute ചെയ്യണം എല്ലാവരും, അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, റൈറ്റ്, അൺമ്യൂട്ട് ചെയ്യുക എല്ലാവരും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചിരിക്കാം. ഓക്കെ, യെസ്, റൈറ്റ്. സോ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടല്ലേ ചെയ്യുക? ആ മാതിരി നമ്മള് മലയാളത്തിലും എല്ലാ ലാംഗ്വേജും പഠിച്ചിട്ടുണ്ടാവും. അ ആ ഇ ഈ ഉ എ ഐ ഒ ഔ അം അഹ, അല്ലെ? ആ രീതിയിൽ നമ്മൾ ചിരിക്കാൻ പോവുകയാണ്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ തമാശയല്ല, ഇതിനെല്ലാത്തിനും ഒരു സയൻസ് ഉണ്ട്. എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ, എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അടിവയറിലാണ് പ്രഷർ വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിലെ ടെൻഷൻസും നെഗറ്റീവ് സ്ട്രെസ് ഹോർമോൺസ്, അഡ്രിനാലിൻ മാതിരിയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അബ്ഡോമിനിലാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണം. നല്ല ഹോർമോൺസിനെ ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും വളരെ നല്ലൊരു ഇതാണ് ലാഫ്റ്റർ തെറാപ്പി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ, breathe in, ha. Unmute, everyone, unmute. Breathe in, ha. Breathe in, ha. ചിരിക്കൂ, എല്ലാവരും ചിരിക്കൂ. എന്താ ഇതൊന്നും പിടിച്ചിരിക്കുന്ന കാര്യമല്ല, ഇമോഷനൊക്കെ പോട്ടെ. ഓക്കെ, ഐസ് ഓവർ. നമുക്ക് ഹി വെച്ചിട്ട് നോക്കാം. ഓക്കെ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ബ്രീത്ത് ഇൻ, അൺമ്യൂട്ട്. ഇതെന്താ ആരും അൺമ്യൂട്ട് ചെയ്യാത്തത്? വെരി ഗുഡ് ശ്രീലക്ഷ്മി, കമോൺ കമോൺ. ഇനി എന്റെ മുഖം ഭാവം നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ചിരിക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കുറച്ച് ഇവിടെ ഏറ്റവും നമ്മളെ മുഖത്താണ് നമ്മൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. മുഖത്ത് ഈ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് നമുക്ക് ജോ എക്സസൈസ് കൊടുക്കാം. ജോ എക്സസൈസ് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുള്ള ഈ നെർവ്സിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം. റെഡിയാണോ? അപ്പോ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്യണം എല്ലാവരും. ഇപ്പൊ കണ്ണടയൊക്കെ ഉണ്ടോ ഒന്ന് അഴിച്ചു വെക്കുക. എന്നിട്ട് ആദ്യം
നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ നിറയ്ക്കുക. എന്നിട്ട് ആ ഓക്സിജൻ നമ്മൾ കുലുക്ക് കഴുകി നമ്മൾ എങ്ങനെ ഗാർഗിൾ ചെയ്ത് പുറത്തേക്ക് വായ ഓക്സിജൻ നിറയ്ക്കുക. സോ ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഓക്സിജൻ വായിൽ നിറച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഡു ദിസ് മസാജ്, right, left and all. Now open your mouth and do jaw exercise. Move your chin. ഞാൻ ആരും ഇവിടെ ആർട്ടിഫിഷ്യൽ പല്ല് വെച്ചോറില്ലല്ലോ, പല്ല് ചാടി പോകണ്ടോ. സ്വർണ്ണപ്പല്ലൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും മസാജ് ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് പഴയ രീതിക്ക് പിന്നെ ലാസ്റ്റ് ഒരു ചിരി ചിരിക്കാം, ഒരു 30 seconds ചിരി. ശരിയാണോ? എല്ലാവരും ചിരിക്കണേ, റോക്ക് ചെയ്യണേ. ഓക്കെ, നമുക്കൊന്ന് ഡാൻസ് കളിക്കാം. ഡാൻസ് കളിച്ചുകൊണ്ട് ചിരിക്കാം. ഓക്കെ, 1 2 3 start. എല്ലാരും മുന്നിട്ട് ചെയ്യൂ. Oh, thank you. God bless you, dears. Come. Okay. Oh, സമാധാനായിട്ടോ. ചിരിക്കാത്തവരൊക്കെ ചിരിച്ചു. സമാധാനം. ഓക്കെ, എല്ലാവരും ഇരിക്കൂ, ഒരു സ്ഥലത്ത് ഇരിക്കൂ. കണ്ണുകൾ അടച്ചിരിക്കൂ. Breathe in, breathe out, breathe in, breathe out. നമ്മുടെ ഉള്ളില് എവിടേക്ക് എന്തൊക്കെയോ ടെൻഷൻസും എന്തൊക്കെയോ ഇതൊക്കെ ഉള്ളത് ഒന്ന് ഫീൽ ചെയ്യൂ. Whatever tensions or pain you get here and there, just feel it. അടിവയറിലുള്ള വേദന, വയറ്, ഹൃദയഭാഗം, പുറം, കഴുത്ത്, തല, the entire body. Breathe in, breathe out. കൈകൾ റിലാക്സ് ചെയ്യൂ. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോ കൂടുതൽ റിലാക്സ് ചെയ്യൂ. Breathe in. ചിരിച്ച മുഖം വെക്കൂ. ആർട്ടിഫിഷ്യൽ ആയാലും കുഴപ്പമില്ല. Keep a smiling face. Relax your face muscles. Breathe out. രണ്ട് കൈകളും നല്ലോണം ചാർജ് ചെയ്യൂ, നല്ലോണം റബ് ചെയ്യൂ. എന്നിട്ട് കണ്ണിന്റെ മുകളിൽ വെച്ചിട്ട് മെല്ലെ ചിമ്മി ചിമ്മി കണ്ണുകൾ തുറക്കൂ. ഇനി നമ്മൾ കുറച്ച് പ്രാണായാമ ചെയ്യാൻ പോവുകയാണ്. പ്രാണായാമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ പ്ലേ ഓഫ് ബ്രെത്ത്. നമ്മുടെ ശ്വാസം, പ്രാണായാമ എന്ന് പറഞ്ഞാൽ പ്രാണം ഇത് ആക്ച്വലി ഇറ്റ്സ് എ പ്ലേ ഓഫ് ബ്രെത്ത്. ആൻഡ് പ്രാണം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ ലോങ് ലൈഫ് ബ്രെത്ത് ഉണ്ടാവാൻ prana is actually very important. Pranayama is very important. So the exercise with the play of breath, right? So I'm going to teach you 2 exercises here. Okay, one is called Bhramari Pranayama. Bhramari. ഉറക്കമില്ലാത്തവർക്ക് ഒക്കെ വളരെ നല്ലൊരു എക്സസൈസും കൂടിയാണ് Bhramari Pranayama. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. എന്റെ കാത് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ ചെവി ഇവിടൊക്കെ മുടിയായതുകൊണ്ട് അധികം കാത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, എന്തായാലും ക്ഷമിക്കണം. ഓക്കെ, ഐ എം സോറി ഫോർ ഇറ്റ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒന്ന് ഷേവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഐ എം വെരി സോറി. അപ്പോ ഈ ചെവിന്റെ ഈ ഭാഗം, ചെവി അടയ്ക്കുക. 2 വിരലെടുക്കുക, ഇൻഡെക്സ് ഫിംഗർ എടുക്കുക. എന്നിട്ട് ഈ ചെവി ഓട്ടല്ലേ, ഇത് നമ്മള് ഈ ചെറിയ ഈ പാർട്ട് വെച്ചിട്ട് അടയ്ക്കുക, ചെവി അടയ്ക്കുക. റെഡിയാണോ? അടയ്ക്കുക. ആദ്യം കേൾക്കൂ ഞാൻ പറയുന്നത്, എന്നിട്ട് ചെയ്യൂ. അടയ്ക്കുക. അടച്ചിട്ട് ഇങ്ങനെ മൂളണം. മൂളം സമയത്ത് നമ്മള് ചെവി അടയ്ക്കാതെ തുറക്കുക. അപ്പൊ കിക്കി സൗണ്ട് വരും. അത് നമ്മൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യാം. ഇത്
ഈ ഇയർ ബാലൻസ് ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് വെർട്ടിക്കോ പ്രോബ്ലമും ഇയർ ബാലൻസ് തെറ്റുന്ന, തല ഇടയ്ക്ക് തല ചുറ്റുക, അങ്ങനത്തെ മാതിരിയുള്ള പ്രോബ്ലം ഉള്ളവർക്കും ഉറക്കമില്ലാത്തവർക്കും വളരെ നല്ലൊരു എക്സസൈസും കൂടിയാണത്. ഓക്കെ, ബോഡി എന്ന് പറയുമ്പോൾ ആ വൈബ്രേഷൻ നിങ്ങൾ ഫീൽ ചെയ്യണം. റെഡിയാണോ? 3 റൗണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എല്ലാവരും പൊസിഷനിലേക്ക് വരൂ. 2 എൽബോസ് ഒക്കെ സ്ട്രെയിറ്റ് ആയി വെക്കൂ. നിങ്ങൾ കാതിന്റെ എവിടേക്ക് വിരലുകൾ കൊണ്ടുവരൂ, ഇൻഡെക്സ് ഫിംഗർ, എന്നിട്ട് അടയ്ക്കൂ. ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ചെവിന്റെ ആ ടിപ്പ് അടയ്ക്കൂ. എന്നിട്ട് കണ്ണടയ്ക്കൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ സൗണ്ട് ചെയ്യുമ്പോ അത് തുറക്കുക അടയ്ക്കാൻ ചെയ്യണം. ഓക്കെ, റെഡി? ബ്രീത്ത് ഇൻ. Continue. Relax. Bring your palms in the open posture, resting on your lap. Keep your back straight. Breathe in, breathe out. നിങ്ങളുടെ ഉള്ളിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വൈബ്രേഷൻ ആണോ വന്നത്, ഏത് പാർട്ട് ഓഫ് ദ ബോഡിയിലാ വൈബ്രേഷൻ വന്നത്, ആ വൈബ്രേഷൻ ഒന്ന് ആസ്വദിക്കൂ. അതിൽ ലയിച്ചു ചേരൂ. Get into that feeling. Breathe in. Breathe out. മെല്ലെ കണ്ണുകൾ തുറക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭസ്ത്രിക. ഭസ്ത്രിക ഇസ് ഓൾസോ ടൈപ്പ് ഓഫ് പ്രാണായാമം. ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഈ കനലൊക്കെ ഉണ്ടാവില്ലേ, വി ട്രൈ ടു പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇറ്റ്സ് ആക്ച്വലി കംപ്ലീറ്റ്ലി നമ്മളെ ഇറ്റ് ട്രൈസ് ടു ഇഗ്നൈറ്റ് ഹീറ്റ് അല്ലെ. ആ രീതിയിൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ലങ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. കോവിഡ് പോസിറ്റീവ് ആയി വന്നവരും വരാണ്ടിരിക്കാനും വേണ്ട ഒരു പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസും കൂടിയാണ് ഇത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കൂ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 2 കൈകളും ഇങ്ങനെ ക്ലോസ്ഡ് ഫിസ്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ടൈറ്റ് ആക്കണ്ട, മെല്ലെ റിലാക്സ് ചെയ്ത് ഷോൾഡറിന്റെ അടുത്തേക്ക് വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന മാതിരി ചെയ്യുക. സാധാ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ പുറത്തേക്ക് വിടൂ. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. ഇനി ഞാൻ പറയുന്ന മാതിരി ചെയ്യുക. ബ്രീത്ത് ഇൻ, മേലേക്ക് പൊക്കുക. ബ്രീത്ത് ഔട്ട്, മൂക്കൊണ്ടാണ് പുറത്തേക്ക് വിടുന്നത്. ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? എല്ലാവരും ചെയ്യൂ. ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. ഇൻ എന്ന് പറയുമ്പോ മേലേക്ക്, ഔട്ട് എന്ന് പറയുമ്പോ താഴത്ത്. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. റിലാക്സ്. 2 കൈകളും റെസ്റ്റിംഗ് പൊസിഷനിൽ തൊടേന്റെ മുകളിൽ വെക്കൂ. ദേഹത്തിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ ആസ്വദിക്കൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി നമുക്ക് 2 റൗണ്ട് കൂടിയും ചെയ്യാം. കണ്ണടച്ചും കൊണ്ടേ വെക്കണം. കം ടു ദ പൊസിഷൻ. 2 കൈകളും സൈഡിലേക്ക് വെക്കൂ, ഷോൾഡറിന്റെ സൈഡിലേക്ക്. ഒന്നും ബലം പിടിക്കേണ്ട ആവശ്യമില്ല. സാധാ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പൂർണ്ണമായി പുറത്തേക്ക് വിടൂ. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. ഇനി ഫോഴ്സ്ഫുൾ ആയിട്ട് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ,
out, in, out, in, out, in, out, in, out, in, out, in, out. Relax. Keep your palms on the resting position on the lap. Breathe in, breathe out. അടിവയറിന്റെ അവിടെ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസിനെ അനുഭവിക്കൂ. Come to the third position, third round, Bastrika. Normal breath in, breathe out. Deep breath in, breathe out. Now for forcefully, breathe in, out, 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 in, out. Relax. Relax your palms on the lap. സദാ ശ്വാസം ഉള്ളിലേക്ക് എടുത്തും പുറത്ത് വിട്ടും കൊണ്ടിരിക്കൂ. Observe the sensations in your body. ഇനി നമ്മള് ഒരു ചെറിയ കുറച്ചു നേരം ധ്യാനം ചെയ്യാൻ പോവുകയാണ്. കണ്ണടച്ചും കൊണ്ടേയിരിക്കൂ. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ വെളിച്ചം അല്ലെങ്കിൽ ഏതെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരൂ. മനസ്സിൽ ഇപ്പോ ഈ നിമിഷം നിങ്ങൾക്ക് എന്താണ് ചിന്ത വരുന്നത് അതൊന്ന് അനുഭവിക്കൂ. നല്ലതായി ആവട്ടെ ചീത്തതാവട്ടെ ഒരു കുഴപ്പമില്ല. അതിനെ ഒരു രീതിയിലും സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, തടുക്കേണ്ട ആവശ്യമില്ല. വന്നോട്ടെ. ഒരു ചെറിയ കുട്ടി കരയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പോയി കെട്ടിപ്പിടിച്ച് അതിനെ ആസ്വദിപ്പിക്കും. അതേമാതിരിയാണ് നമ്മളും ഈ നമ്മുടെ മനസ്സ് വളരെ ചഞ്ചലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അതിനെ സ്വീകരിക്കും. Breathe in, breathe out. കാലിന്റെ അടിഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരൂ. വലത്തെ കാലിന്റെ അടിഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരൂ. കാലിന്റെ അടിഭാഗം ഉണ്ടാവുന്ന രക്തോട്ടത്തിനെ ശ്രദ്ധിക്കൂ. വലത്തെ കാലിന്റെ വിരലുകളെ ശ്രദ്ധിക്കൂ. കാലിന്റെ മടമ്പ്, കാഫ് മസിൽസ്, എല്ലുകൾ, മുട്ട്, മുട്ടിന്റെ പിൻവശം, തൊട, right leg buttocks, the entire right leg. Breathe in, breathe out. നീ ഇടത്തെ കാലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ഇടത്തെ കാലിന്റെ അടിഭാഗം, കാലിന്റെ വിരലുകൾ, കാലിന്റെ മടമ്പ്, എല്ലുകൾ, കാഫ് മസിൽസ്, ഇടത്തെ കാൽ മുട്ട്, മുട്ടിന്റെ പിൻവശം, തൊട, ഇടത്തെ
ഇടത്തെ കാലിന്റെ ബട്ടക്സ്, the entire left leg. Breathe in, breathe out. പുറത്തേക്ക് വിടുമ്പോ എവിടെയെങ്കിലും വേദനയോ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടട്ടെ. ലെറ്റ് ഇറ്റ് ഗോ ഔട്ട്. ഒന്നും ശാശ്വതമല്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെക്കുക, ആവശ്യമില്ലാത്തത് പുറത്തേക്ക് വിടൂ. Bring your attention to the genital region. ജനനേന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കൂ. Breathe in, breathe out. Bring your attention to the abdomen region. അടിവയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. വയർഭാഗം, കിഡ്നി, liver, lungs, bile, gallbladder, the entire part of your stomach. Breathe in, breathe out. നിങ്ങളുടെ വയർ ഭാഗത്ത് എന്തെങ്കിലും ഒരു സെൻസേഷൻ വരുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്യൂ. എന്തെങ്കിലും കളർ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഒരു സിനിമ ഓടുന്ന മാതിരി എന്തെങ്കിലും ഒരു ഫീലിംഗ് വരുന്നുണ്ടോ, അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. Breathe in, breathe out. ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. Just feel the heartbeat. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഹാർട്ടിനെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരൂ. How beautiful the heart is created by God. Observe its beauty. Admire its beauty. How beautiful it looks. Take a deep breath in. Breathe out. Bring your attention to the lower back region, hip region, upper back region, shoulder sockets, armpits, right limbs, left limbs, elbows, skin, wrist, inner palms, outer palms, left hand fingers, right hand fingers. Breathe in, breathe out. ശ്വാസം എടുക്കുമ്പോ രക്തോട്ടത്തിനെ ശ്രദ്ധിക്കൂ. എല്ലാ ദേഹത്തിന്റെ എല്ലാ പറയുന്ന ഭാഗങ്ങളിലേക്ക് ഒഴുകുന്ന ഒന്ന് ഫീൽ ചെയ്യൂ. കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കൂ. Bring your attention to the neck region. കഴുത്തിന്റെ ഭാഗത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. കഴുത്തിന്റെ പിൻവശം, മുഖത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ഒരു പുഞ്ചിരി വെക്കൂ. Breathe in, breathe out. നെറ്റിന്റെ നടുഭാഗത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. Bring your attention to the forehead region. രണ്ട് കൺപുരികളുടെ ഇടയിലുള്ള പാർട്ടിനെ ശ്രദ്ധയിൽ കൊണ്ടുവരൂ. കണ്ണുകൾ ശ്രദ്ധിക്കൂ. കണ്ണുകളുടെ താഴ്വശം ശ്രദ്ധിക്കൂ.
കവിളുകൾ, മൂക്ക്, nose tips, nostrils, ചുണ്ടുകൾ, ചിരി, താടി, പല്ലുകൾ, ചെവി, the entire part of your face. Breathe in, ചിരിച്ച മുഖം വെക്കൂ, complete body relax ആകട്ടെ. Breathe out, breathe in again. മുഖത്തൊരു ടോർച്ച് അടിച്ച മാതിരിയുള്ള മിന്നൽ വെളിച്ചം നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മുഖം ആകെ പ്രകാശിച്ചും കൊണ്ടിരിക്കുകയാണ്. Breathe out. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രകാശം ഇനിയും ഇനിയും ഹൈ വോൾട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രകാശിച്ചും കൊണ്ടേയിരിക്കുകയാണ്. തലേന്റെ പിൻവശം ശ്രദ്ധിക്കൂ. എവിടെയെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടോ ശ്രദ്ധിക്കൂ. തലേന്റെ മുകളിൽ ഭാഗം ശ്രദ്ധിക്കൂ. തലേന്റെ മുൻവശം ശ്രദ്ധിക്കൂ. തലേന്റെ സൈഡ്സ്, ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ എല്ലാം ശ്രദ്ധിക്കൊണ്ടുവരൂ. തലച്ചോറ് ശ്രദ്ധിക്കൂ. Give attention to your brain. How beautiful the brain is. ബ്രെയിൻ സെൽസ് എല്ലാം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Breathe in, breathe out. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ നമ്മുടെ തലച്ചോറിന്റെ ശക്തി കൂടുകയാണ്. നമ്മുടെ ചിന്താശക്തിയും നല്ല ചിന്താശക്തികളും എല്ലാം വർദ്ധിച്ചും കൊണ്ടിരിക്കുകയാണ്. The left brain coordinating the right part of the body, known for its logical activity. The right brain coordinating the left part of the body, known for its creativity. Both the brain cells are getting charged. The brain cells are expanding and igniting your mind. Breathe in, breathe out. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാല് മുതൽ തല വരയ്ക്കും എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കൂ. Breathe in, breathe out. നിങ്ങളുടെ ഉള്ളിലുള്ള മൗനത്തിനെ നിങ്ങൾ ആസ്വദിക്കൂ. Feel the presence of silence inside you. Enjoy the silence. Celebrate the silence in you. Feel the vibration. നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ നിങ്ങളുടെ വൈബ്രേഷൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുകളിൽ എല്ലാം വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന വീടിന്റെ ചുറ്റുവട്ടത്തിലും നെയ്ബേഴ്സിനുമൊക്കെ അനുഗ്രഹം പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ കൺട്രി, നിങ്ങളുടെ കോണ്ടിനെന്റ്, the entire world is getting shined with the help of your light. Breathe in, breathe out. The world is waiting for you. You are ready for your service to this world. Asato ma satgamaya tamaso ma jyotirgamaya mrityorma amritam gamaya.
Om Shanti Shanti Shanti. Ka Bhavantu Loka Samasta Sukhino Bhavantu Loka Samasta Sukhino Bhavantu. Om Shanti Shanti Shanti. Feel the vibration inside you. You are at peace. You are peace. You are love. You are happiness. You are prosperity. On this 7th year of International Yoga Day, we are celebrating the silence through the message of non-violence. Breathe in, breathe out, breathe in again, breathe out. ഇനി നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരൂ. Bring your attention to the room where you are sitting, your environment. Become aware of your body and environment. Breathe in, breathe out. Take both your hands, rub it nicely, rub it nicely. Warm it up and spread it on every part of your body, starting from the head till the toe. തല മുതൽ കാല് വരയ്ക്കും എല്ലാ പാർട്ടിലേക്കും ആ വൈബ്രേഷൻ ഒന്ന് പകർത്തി കൊടുക്കും. 3 പ്രാവശ്യം. ഇനി മെല്ലെ നിങ്ങൾക്ക് എപ്പോ ഫ്രീ ആയി തോന്നുന്നു മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാം. With a smiling face. Hello, are you all there? Yes, sir. Okay, I know you are all at peace. You all would have enjoyed. So this is നമ്മുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിനെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഉള്ളതും കൂടിയും കാണാണ്ട് ഇല്ലാപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് കോവിഡ് എന്ന് പറയുന്ന ഒരു നിമിത്തമാണ്. ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്നത് സാരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പൈസ ഉണ്ടായാൽ ഒന്നും ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. പൈസ എല്ലാം വരും പോവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നമുക്കെപ്പോഴും നല്ല മനസ്സുണ്ടാവണം. നല്ല മനസ്സിന് ഉള്ള ഉടമകളാവണം. മറ്റുള്ളവര് സഹായം തേടി വരുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുക. നമ്മളെപ്പോഴും നമ്മൾ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ, ദ ആർട്ട് ഓഫ് ഗിവിങ്, കൊടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പ്രകൃതി നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അനുഗ്രഹീതമായിട്ട് നമുക്ക് തരും. നമ്മൾ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സങ്കല്പിച്ചാൽ മതി. അതിനുവേണ്ടി പ്രയത്നിക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ലൈഫിലൊന്നും. എനിക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് കിട്ടും ഒന്നും നമ്മൾ വിചാരിക്കരുത്. കംപ്ലീറ്റ് ആയിട്ട് ഓരോ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എല്ലാം സറണ്ടർ ചെയ്യുക. നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുക. എല്ലാം നമ്മൾ മറക്കും. നമുക്ക് സമയം വരുമ്പോൾ എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, സോ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. എൻജോയ് ഇറ്റ്. Stay happy, stay safe. God bless you all. Thank you so much. Thank you so Tushar, much, sir. sir. Thank you so much for your wonderful presentation. Thank you, sir. Thank you, ma'am. Thank you. I would request you to bring forward some students for giving their feedback.
I want to know, because different people would have got different experiences. So it would be better if they share their experience too. Yeah, it's my request. Thank you. Anjana? Yes, miss. അടുത്തതായി അഞ്ജനനെ വോട്ട് ഓഫ് താങ്ക്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വിളിക്കും. കുട്ടികളുടെ ഫീഡ്ബാക്ക് ഒന്ന് രണ്ട് പേര് പറയാമെന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് കുട്ടികളുടെ ഫീഡ്ബാക്ക് പറഞ്ഞോട്ടെ മാം. എന്നാ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ സാർ അടുത്ത് ചോദിക്കാം കേട്ടാ. മനസ്സിൽ എന്തെങ്കിലും ഒരു രീതിയിൽ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. ഇറ്റ് ഇസ് എൻ ഓപ്പൺ സെഷൻ. യെസ്, യു ക്യാൻ കം ഫോർവേഡ്. ഇഫ് യു ഹാവ് എനി സോർട്സ് ഓഫ് ഡൗട്ട്സ് യു ക്യാൻ കം ഫോർവേഡ്. നമ്മുടെ മനസ്സെപ്പോഴും കാലിയാക്കി വെച്ചാലേ നമ്മളെപ്പോഴും വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. പഴയ ചിന്തകളെല്ലാം മാറ്റിവെച്ച് മനസ്സെപ്പോഴും ശുദ്ധമായിട്ടിരിക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എല്ലാം മനസ്സ് വളരെ ശുദ്ധയും തോന്നുന്നു. അതുകൊണ്ടാണ് ആർക്കും ഒരു ചോദ്യം ഇല്ലാത്തത് അല്ലേ? എനിവേ, നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും ലാഫ്റ്റർ തെറാപ്പി ചെയ്തിട്ടുണ്ടാവോ? ഒന്ന് ലാഫ്റ്റർ തെറാപ്പിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാലൊക്കെ നന്നായിരുന്നു എല്ലാവരും. Hello sir, myself Lakshmi. Hi Lakshmi, how are you? MCom final year student. Oh wow, wonderful. Continue. ലാഫ്റ്റർ തെറാപ്പി സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ചെയ്യുന്നത് കുറെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് പേഴ്സണലി ചെയ്യുന്നത്. ഐ ഫെൽറ്റ് റിയലി ഗുഡ് ആഫ്റ്റർ ഡൂയിങ് ദാറ്റ്. ഇത്രയും നന്നായി ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിരിയിൽ ഇത്രയധികം ഒരു എനർജി ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴായിരിക്കും. Exactly. But anyway, you did your 100%. നിങ്ങൾ 100% ആയി ചെയ്തത് കൊണ്ടാണ്, നിങ്ങളെല്ലാം മറന്ന് അതിലേക്ക് ലയിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് റിസൾട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്. എനിവേ, ഐ അപ്രീഷിയേറ്റ് യു മാഡം ലക്ഷ്മി. വെരി ഗുഡ്, വെരി ഗ്രേറ്റ്. പ്ലീസ് കം ഫോർവേഡ്. ശ്രീലക്ഷ്മി, are you there? Yeah, Ramya. Yeah. Continue. I would like to say feedback of your this section, sir. Yeah. Tell me. Good evening, sir, and respected teachers. First of all, thank you, sir, for giving this wonderful experience. Really, this exercise give just relax in our pandemic stress situation and relief mind. And always, if you are talking, the way you are talking is like it's very simple and understandable. Thank you, sir. God bless you, Ramya. Thank you so much for your compliment. And നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ പല കാര്യം നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും എൻ്റെ മനസ്സിലുള്ള ടെൻഷൻസിന് ഒരാളെങ്കിലും എനിക്ക് കണ്ടെത്തി തരണേ ദൈവമേ, എനിക്ക് ഒന്ന് അവരോട് ഷെയർ ചെയ്യാൻ പറ്റണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു ലോകത്തെ നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ അതിൽ അതിജീവിച്ച്, നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് നമ്മുടെ ലോകത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മളെ മായാലോകത്തിൽ ഇരുന്നിട്ട് പല കാര്യങ്ങളും എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഭംഗീനെ ആസ്വദിക്കുന്നില്ല. എനിവേ, രമ്യ, യു സെഡ് ഇറ്റ് വെരി റൈറ്റ്. Thank you so much. Actually, എന്നോട് മാത്രമല്ല, not to me alone. So you please thank to the entire department for having conducted this program. Yes, sir. Yes, sir. Okay, thank you. ഇനി ആർക്കെങ്കിലും ഇതേമാതിരി എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ you can contact me anytime. You can take my number from the concerned teachers. Also what I can tell you is that ഈ കോവിഡ് ഒക്കെ ശരിയായതിന്റെ ശേഷം I will come to your college and I can conduct an offline sessions also. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈൻ സെഷൻസ് വേണമെങ്കിലും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചോദിച്ചാലും നന്മ നേടിക്കൊടുക്കുന്ന ആൾക്കാർ. ഓക്കെ, സോ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് വി വിൽ ഹെൽപ്പ് യു. ഇസ് ഇറ്റ് ഓക്കെ? യാ, സോ താങ്ക് യു സോ മച്ച്. ബോയ്സ് ഉണ്ടോ ഇവിടെ? ബോയ്സ് ഇല്ലേ ആരും? ക്യാൻ സം ബോയ് സ്പീക്ക്?
Vidya ma'am, could you please call any boys from your team? Yes, come forward. Krishnaraj. Sir. Hi, tell me, how are you? Yeah, continue. You may continue. You are muted. Yeah, please proceed. Proceed. You may talk. Who is that? May I know who is speaking? Okay. Teachers, please come forward. Can you please share your experience? Praveena ma'am, can you share your experience, please? Yes, sir. It was a wonderful session. Actually, in the afternoon, നമുക്ക് എന്താ നമ്മളെപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് കുറച്ചു നേരമെങ്കിലും ഇരിക്കുന്ന ഒരു സമയമാണ്. അത് വളരെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ, സാറ് കുട്ടികളിലേക്ക് ആ സാറിൻ്റെ ഒരു ഐഡിയാസ് എത്തിച്ച ആ ഒരു രീതി, ഇറ്റ് വാസ് വണ്ടർഫുൾ. പിന്നെ നമുക്ക് യോഗ ചെയ്യണ്ടെങ്കിലും ഇപ്പോൾ നമുക്കൊക്കെ ഡ്യുവൽ റോൾസ് ആണുള്ളത്. ഡ്യുവൽ അല്ല, മൾട്ടിപ്പിൾ റോൾസ് ആണുള്ളത്. ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ ടീച്ചർ, അങ്ങനെ പല പല റോൾസ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഈ ഒരു യോഗ ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ പല തരത്തിലുള്ള ഇതാണ് നമ്മുടെ മൈൻഡിലേക്ക് എത്തുന്നത്. ഈവൻ ഇഫ് യു ട്രൈ ടു കോൺസെൻട്രേറ്റ് ഓൺ സംതിങ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ മെനി ടൈംസ്. അപ്പൊ അതിനെല്ലാം ഒരു എന്താ സാർ ഇപ്പൊ പറഞ്ഞ ഐഡിയാസ് കൊണ്ടിട്ട് കുറെയൊക്കെ അത് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് സാർ ഇപ്പം. എന്താ പറയാ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസും ഹൗസ് മാനേജ്മെന്റ് എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്ലാസ്സുകളാണ് ശരിക്കും കുട്ടികളിലേക്കും ടീച്ചേഴ്സിലേക്കും ഈവൻ എൽഡർ പേഴ്സൺസിൽ വരെ എത്തുന്നത്. അവരുടെ ഇടയിലും എപ്പം മരിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ജനിച്ചാൽ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ മരണം എന്നുള്ളൊരു സത്യമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാവരും അതിനെ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാം ഇപ്പൊ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സസും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നാണ്. അതിന് സാറിനോട് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ വളരെയധികം താങ്ക്സ് ഞാൻ പറയാണ്. ഒരു ഹെൽത്തി മൈൻഡ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ഹെൽത്തി ബോഡി, ഇതിനെല്ലാം യോഗ വളരെ സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. ഈവൻ ആ ചിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അൺമ്യൂട്ട് ചെയ്തില്ല, പക്ഷെ ഞാൻ ചിരിക്കായിരുന്നു ഇവിടെ ഇരുന്ന്. എത്രത്തോളം ഉറക്കം എനിക്ക് ചിരിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇതിലൂടെ ആകുമ്പോ എത്രത്തോളം ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും എന്ന് വിചാരിച്ച് ഞാനത് ചെയ്യാതിരുന്നതാണ്. എങ്കിലും ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു സാർ. ഇങ്ങനെ ഒരു നല്ലൊരു സെഷൻ വിദ്യ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതെങ്ങനെയാ ഓൺലൈനിലൂടെ യോഗ എടുക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ സെഷൻ. Thank you, sir. Thank you very much. Thank you, ma'am. It's my pleasure and it's my honor to be here today. Actually, I feel proud that because I'm blessed with Sri Narayana Guru Swami's blessings also today, because I have been able to physically, virtually I'm able to be present here, give something for my students. Ningalde students and students I consider they. So that way. Thank you, ma'am. Thank you so much. എന്തായാലും സിറ്റുവേഷൻ ഒക്കെ മാറുമ്പോ സാറിനെ ഒരു ദിവസം ഞങ്ങൾ കൊണ്ടുവരും കോളേജിലേക്ക്. ഉറപ്പായിട്ട് വരും. I'll come. I'll visit your institution. Thank you so much. Okay, so we will go for vote of thanks. Thank you so much, everyone. Okay, God bless you all. Okay, thank you so much, sir. Thank you for your valuable time and making the program was outstanding. And I'm sincerely say that it was very helpful to practice this in our daily life. It will be more effective. Thank you. At last, Ms. Anjana Arjun for the deliverance of the vote of thanks. Good evening, one and all gathered here. It gives me immense pleasure to deliver the vote of thanks for this event.
First, I extend a really hearty vote of thanks to our chief guest, Mr. Tushar Saubari, Assistant Professor of Commerce, NSS College Manjeri, for spending his valuable time with us. Thank you, sir. He taught us the importance of yoga in living life. The class was really informative and inspiring. He filled our mind with positive thoughts and showed up some postures and meditations which made our body relaxed, especially the laughing exercise. Once again, thank you, sir, for this wonderful evening. Next, I would like to thank the Department of Commerce for providing us this beautiful opportunity. And even though our principal is not present, I would like to thank her too. Further big thanks to Praveena Miss, Assistant Professor and HOD of Commerce Department, for her guide and support to this event. Thank you, ma'am. I would also like to thank Dr. Shankaran Sir, Assistant Professor of Department of Statistics and IQAC Coordinator for his presence. Thank you, sir. Next, I thank Vidya Miss, Assistant Professor of Commerce Department, for welcoming everyone to this program. I thank all the teachers who have participated and for their coordination in this program. Last but not the least, I thank every student for your participation and the cooperation. Once again, thank you all for your support and presence. Thank you. Anjana, thank you, Anjana. And I forgot to thank one girl who sang beautifully the prayer. And who is that girl? Vismaya or Vinaya? I don't know. May I know Sir, who is that girl? Vinaya, sir, Vinaya, Vinaya. Vinaya, you have the quality of Dr. That case Chitra. Thank you, sir. Beautifully you sang. I love the way because that vibration, no, that the virtual vibration I get, it's beautiful, amazing. God bless Thank you, you, sir. dear. Thank you. Thank you. Really, God bless you. And I once again I thank Praveena ma'am, then Vidya ma'am, and all the teachers of this commerce department, Shankaran sir, and the principal madam for having called me this program. And it's my really it's a blessed feeling I'm getting that after really I feel as if I've come there and I've conducted the offline class, but that really because you all cooperated and last but not the least my sincere students, how beautiful the way you are grooming up your students is you like എത്ര അധികം അമ്മമാരുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കുട്ടികൾക്ക് എത്ര അമ്മമാരായി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ സത്യമായിട്ടും പ്രവീണ അമ്മ ഉണ്ട് വിദ്യ അമ്മ ഉണ്ട് എല്ലാവരും അമ്മമാരാണ് എത്ര ശരിക്കും ഈ ടീച്ചിങ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കല്യാണം എനിക്ക് മക്കളൊന്നുമില്ല ബട്ട് വൈഫ് സ്റ്റഡിങ് അപ്പോ ഞാൻ ഇപ്പോഴും വിചാരിക്കുക എന്റെ വൈഫ് വരുന്നവരേക്കും ഞാൻ ഇപ്പോഴും കുട്ടിയായിട്ട് ഞാൻ വിചാരിക്കുക നമ്മളെപ്പോഴും അതാണ് നമുക്ക് ഏജ് ഒരു നമ്പറാണ് പക്ഷെ നമ്മളെപ്പോഴും ലൈഫ് അടിച്ചു പൊളിക്കണം ഞാൻ എന്റെ കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും അവർ എനിക്ക് ഇങ്ങോട്ട് വീഡിയോ കോൾ വിളിക്കും കുട്ടികൾ തന്നെ വീഡിയോ കോൾ വിളിക്കും സാറിനോട് സംസാരിച്ചാലേ എനിക്ക് സന്തോഷമാവുള്ളൂ പറഞ്ഞിട്ട് അപ്പൊ അതാണ് അപ്പൊ ഓരോരുത്തരും നമ്മളെപ്പോഴും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും അപ്പോ എനിക്ക് ഇവിടെ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു വ്യത്യാസം തോന്നിയില്ല എല്ലാവരോടും എനിക്ക് ഈക്വൽ ആയി തോന്നിയത് താങ്ക് യു സോ മച്ച് മൈ ഡിയർ ചിൽഡ്രൻ ഫോർ ഹാവിംഗ് അക്സെപ്റ്റഡ് മീ ആൻഡ് കീപ് റോക്കിംഗ് ഓക്കെ നോ ദാറ്റ് ദർ ഇസ് പർപ്പസ് ഇൻ ലൈഫ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ഡിസപ്പോയിന്റ് ആവണ്ട എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുക ക്രിറ്റിസിസംസ് ആക്സെപ്റ്റ് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല വായു ശ്വസിക്കുക ഓക്കെ എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് പോവുക ഓക്കെ എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കാണാം ഗോഡ് ബ്ലെസ് യു ബൈ താങ്ക് യു Thank you so much. Thank you. So can I leave, ma'am? Can I leave? Okay, Yes, sir. sir. Yes. Bye. Bye, ma'am. Bye. Praveena ma'am, we'll meet soon. Bye-bye. Okay. കുട്ടികളെല്ലാവരും മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.